Good morning. Good morning, ma'am. Morning. Good morning, ma'am. Morning. Morning. Prayer ആരാണ്? Prayer. ഞാൻ ചെല്ലാം. സർവചരാചര സൃഷ്ടാവാം ദൈവമേ സത്യസ്തനാദേന ചൈതന്യമേ പുണ്യം എന്നെന്നും ഞങ്ങളിൽ തോന്നി ചിന്തയും വാക്കും പ്രവൃത്തിയും തെറ്റാതെ നീക്കി മനോജ്ഞമാക്കി തേജസ്സിൽ നിത്യം വസിച്ചു കൊണ്ടാ ദിവ്യ ജ്യോതിസിന്നേർവഴി കാട്ടിടേണം സർവചരാചര സൃഷ്ടാവാം ദൈവമേ സത്യസ്തനാദനം ചൈതന്യമേ പുണ്യം വഴിയും സ്നേഹം എന്നെന്നും തോന്നണം നീ. താങ്ക് യു മാം. Okay. Thought of the day. Thought ഞാനാണ്. പറയൂ. Good morning, ma'am and my dear friends. Today thoughts. സ്വപ്നം കാണുക, ആ സ്വപ്നങ്ങളെ കുറിച്ച് ചിന്തിക്കുക, ആ ചിന്തകൾ പ്രവൃത്തിയിലൂടെ സ്വന്തമാക്കുക. താങ്ക് യു. Okay. Sliding ഉണ്ടോ? മാം Slide. മാം ഉണ്ട്. ജെറുഷയ. പറയൂ. Good morning, ma'am, and good morning, my dear friends. Today is 29th July, and we are happy to begin this beautiful day together. Did you know today is observed as International Tiger Day, a day to raise awareness for tiger conservation and to protect their natural habitats? Let us roll into the day with confidence, just like the majestic tiger, strong, focused, and fearless. Let's make this day meaningful and memorable. Thank you. Okay. Yes. Good morning to all. ഗുഡ് മോർണിംഗ് മാം. Morning. നമ്മള് എവിടെ വരെ ക്ലാസ് എടുക്കുന്നു എന്ന് പറയാമോ? സ്ട്രക്ചർ ഓഫ് ദി ക്ലാസ് റൂം അല്ലേ എടുത്തത്? അതെ, അതിൽ യൂസിങ് ദ ബ്ലാക്ക് ബോർഡ് എടുത്തോണ്ടിരുന്നത്. ആ, അടുത്ത ഹൗ ടു അറേഞ്ച് ദ ബ്ലാക്ക് ബോർഡ് അതാ എടുക്കണ്ട. Okay.
Yes. ഇത്രയും പേരുണ്ടാവാറുള്ളൂ സ്ട്രെങ്ത്? കുറെ ആളെല്ലാം ടീച്ചിങ് പ്രാക്ടീസിന് പോയതുകൊണ്ട് മാം ഇത്രയൊക്കെ ഉണ്ടാവാറുള്ളൂ. യെസ്. How to arrange the blackboard? Blackboard നമ്മൾ എങ്ങനെയാണ് അറേഞ്ച് ചെയ്യേണ്ടത്? If it is normal, light should not be from the back side of the board or particularly from the opposite of the board. Side lighting is preferable. That is, two not from both sides. Flare may come. If it is electrical lightning, tube lights are preferable since spreaded lighting will be there. Focus or spotlight will keep clear. നമ്മള് ബ്ലാക്ക് ബോർഡ് അറേഞ്ച് ചെയ്യുന്ന സമയത്ത് ലൈറ്റ്നിങ് എന്നുള്ളത് അല്ലെങ്കിൽ നമുക്കറിയാം ബ്ലാക്ക് ബോർഡ് എന്ന് പറയുമ്പോൾ എന്താണ്, ഒരു കുറച്ച് മിനുസമുള്ള ഒരു പ്രതലത്തിലാണ് അത് തയ്യാറാക്കപ്പെട്ടിരിക്കുന്നത് അല്ലെ. അപ്പൊ നമ്മള് അതിന്റെ ലൈറ്റ്സ് വരുമ്പോ എങ്ങനെ എവിടെ നിന്നായിരിക്കണം അതിന്റെ ലൈറ്റ്സ് വരേണ്ടത്? ക്ലാസ് മുറിയിൽ എവിടെയായിരിക്കണം ലൈറ്റ്സ് നമ്മൾ ഇടേണ്ടത്? അപ്പോ എവിടെയായിരിക്കണം? ബോർഡിന്റെ ഒരു സ്പോട്ട് ആയിട്ടാണോ അല്ലെങ്കിൽ ഒരു സൈഡിൽ മാത്രമാണോ അല്ലെങ്കിൽ അത് സ്പ്രെഡ് ആവുന്ന രീതിയിലാണോ ഇടേണ്ടത് ലൈറ്റ്നിങ്? ബോർഡിന്റെ ഓപ്പോസിറ്റ് സൈഡിലാണ്. സൈഡ് ലൈറ്റ്നിങ് പ്രിഫറബിൾ ആണ്, എങ്കിലും എന്താണ് നമുക്കൊരു ഗ്ലെയർ വരാനുള്ള സാധ്യതയുണ്ട്. ഗ്ലെയർ എന്ന് പറഞ്ഞാൽ എന്താണ് ഗ്ലെയർ? ബോർഡിന്റെ കറക്റ്റ് മുകളിൽ കാണുന്നില്ലേ മാം? ചില സ്ഥലത്ത് കാണാലോ കറക്റ്റ് മുകളിൽ വലിയൊരു ലൈറ്റ് ഇട്ടിട്ട്. യെസ്, കറക്റ്റ് മുകളിലായിരിക്കുള്ളൂ. ഇപ്പൊ ഗ്ലെയർ എന്ന് പറയുന്നത് എന്താണ്? ഗ്ലെയർ എങ്ങനെ വരും ബോർഡില്? എന്താണ് ഗ്ലെയർ? തിളക്കമാണോ ഷെയ്ഡാണോ ഗ്ലെയർ എന്ന് പറയുന്നത്? തിളക്കമല്ലേ? ഷെയ്ഡ് വരുമ്പം ലെറ്റേഴ്സ് ഡള്ളായി പോലെ ചെയ്യാൻ കാണില്ലല്ലോ. തിളക്കം ഉണ്ടാവണം. ഇപ്പൊ ചില ബോർഡ്സുകള് നല്ല മിനുസുള്ള പ്രതലങ്ങളാണെങ്കിൽ നമ്മൾ ലൈറ്റ് അടിക്കുന്ന സമയത്ത് ഒരു സൈഡ് മാത്രം, ഇപ്പൊ സൈഡിൽ മാത്രമാണ് ലൈറ്റ് അടിക്കണമെങ്കിൽ എന്താണ്, ഈ സൈഡിൽ എഴുതുന്നത് മാത്രം കാണും, പക്ഷെ അപ്പുറത്തെ സൈഡിലേക്ക് എഴുതുന്നത് നമുക്ക് വായിക്കാനായിട്ട് സാധിക്കില്ല. ബോർഡ് കണ്ടവർക്ക് അറിയാൻ പറ്റും എങ്ങനെയാണെന്നുള്ളത്. ഓക്കെ, അപ്പൊ നമ്മൾ ഏത് തരത്തിലുള്ള ലൈറ്റ്നിങ്സ് ആയിരിക്കും ക്ലാസ് റൂമിൽ എടുക്കേണ്ടത്? ഇങ്ങനെയുള്ള ഇലക്ട്രിക് ലൈറ്റ്നിങ്ങിലായിരിക്കും ആവശ്യമായിട്ട് വരുന്നത് ട്യൂബ് ലൈറ്റ്സ് ആണ് അല്ലെ. ട്യൂബ് ലൈറ്റ്സിന് പ്രത്യേകം പറഞ്ഞാൽ എന്താണ്, നമ്മള് ലൈറ്റ്സ് ഇട്ട് കഴിഞ്ഞാൽ എന്താണ്, എല്ലാ പ്രദേശങ്ങളും എല്ലാ സ്പേസിലേക്കും നമുക്ക് സ്പ്രെഡഡ് ആവും അല്ലെ, ഒരേപോലെ സ്പ്രെഡ് ആവുന്നതാണ് എന്താ ട്യൂബ് ലൈറ്റ്സിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പൊ നമ്മള് ബോർഡ് അറേഞ്ച് ചെയ്യുന്ന സമയത്ത് ക്ലാസ് റൂമിൽ മിക്കതും ട്യൂബ് ലൈറ്റ്സുകളാണ് അധികം. അല്ലെങ്കിൽ നമ്മൾ സാധാരണ ബൾബോ അല്ലെങ്കിൽ സൈഡ് ലൈറ്റിനിങ് ഇട്ട് കഴിഞ്ഞാൽ എന്താണ്, ഒരു സൈഡ് മാത്രം കുട്ടികൾക്ക് വായിക്കാൻ പറ്റും, മറ്റേ സൈഡിൽ എന്താണ് ഈ ഗ്ലെയർ തിളക്കം വരുന്നത് കൊണ്ട് കുഞ്ഞുങ്ങൾക്ക് അത് വായിക്കാനായിട്ട് സാധിക്കില്ല. ഓക്കെ, അപ്പൊ അതൊന്ന് നോട്ട് ചെയ്തേ. ട്യൂബ് ലൈറ്റ്സ് ആർ പ്രിഫറബിൾ. Then, since spreaded light will be there, focus or spotlight will give glare. ഫോക്കസ് അല്ലെങ്കിൽ സ്പോട്ട് ലൈറ്റ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? സ്പോട്ട് ലൈറ്റിന്റെ വെട്ടം എങ്ങനെയാ വരുന്നത്? എവിടെയായിരിക്കും സ്പോട്ട് ലൈറ്റിന്റെ വെട്ടം വരുന്നത്? ഒരു പ്ലേസ് മാത്രം കേന്ദ്രീകരിച്ചായിരിക്കും അല്ലെ, ഒരു കുറച്ച് പോർഷൻസിൽ മാത്രം ആ ലൈറ്റിനിങ് വരുള്ളൂ. ബാക്കിയുള്ളിടത്തൊക്കെ എന്തായിരിക്കും? ഇരുട്ടായിരിക്കും, നമുക്ക് കൃത്യമായിട്ട് കാണാനായിട്ട് സാധിക്കില്ല. അപ്പൊ അതിനേക്കാൾ കൂടുതൽ അധികാമ്യം എന്താണ്? ട്യൂബ് ലൈറ്റ്സുകളാണ് നമ്മൾ ക്ലാസ്സിൽ ഉപയോഗിക്കുന്നത്, കുറച്ചുകൂടി നല്ലതെന്നാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, then the board should not be kept on the floor. Even if is LKG, backbench students cannot see the lower parts of the board if it is kept on the floor. ഇവിടെ എന്താ പറയുന്നത്? ബോർഡ് നമ്മൾ എവിടെ ആയിരിക്കണം വെക്കേണ്ടതെന്നാണ് സൂചിപ്പിക്കുന്നത്. എവിടെ വെക്കണം എന്നാണ് പറയുന്നത്? ഫ്ലോറിലാണോ ഉള്ളത്? ആണോ? ഫ്ലോറിൽ വെക്കരുത്. LKG സ്റ്റുഡൻസിനെ സംബന്ധിച്ചോളം ബാക്കിലേക്ക് കുറച്ച് ഹൈറ്റ് വെക്കണം. അതെ, അപ്പൊ നമ്മള് ബോർഡ് എവിടെയായിരിക്കണം ശരിക്കും കറക്റ്റ് ആയിട്ട് പൊസിഷനിങ് ചെയ്യേണ്ടത്? എവിടെയാണ്? സെന്ററിൽ. ഒരിക്കലും നമ്മൾ താഴെ വെക്കരുത് ബോർഡുകൾ അല്ലെ. താഴെ വെച്ച് കഴിഞ്ഞാൽ കുഞ്ഞുങ്ങൾക്ക് കാണാൻ പറ്റില്ല, താഴെ വെക്കാനായിട്ടുള്ള രീതിയിൽ ഇപ്പൊ ആരും പറയുമില്ല അല്ലെ. പക്ഷെ നമ്മൾ എന്താണ്, പ്രത്യേകിച്ച് KG ക്ലാസ്സസിനെ സംബന്ധിച്ചിടത്തോളം ബാക്ക് ബെഞ്ച് സ്റ്റുഡൻസിനെ കുറിച്ച് കൂടി ലോവർ പാർട്സുകൾ വിസിബിൾ ആവുന്ന തരത്തില് നമ്മൾ എന്ത് ചെയ്യണം? സെന്ററിൽ തന്നെ വെക്കുന്നതായിരിക്കും നല്ലത്. പക്ഷെ ഇവിടെ സെന്ററിൽ വെക്കുന്ന ആരോട് സൂചിപ്പിക്കും?
നെറ്റ് പോയതാണ് കേട്ടോ. കേൾക്കാമോ? ഓക്കെ മാം. ഇപ്പൊ കേൾക്കാം. വെൽക്കം. നമ്മൾ എന്താ പറഞ്ഞേ? യെസ്. നിങ്ങൾ ക്ലാസ് റൂമിൽ ബോർഡ് എവിടെയായിട്ടാണ് കണ്ടിരിക്കുന്നത്? KG സെക്ഷനിലും ക്ലാസ്സിലൊക്കെ ബോർഡ് എവിടെയാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്? സെന്ററിലാണോ? സെന്ററില് ഒരു ഇച്ചിരി താഴോട്ടായിട്ട്, ഓവർ മേലോട്ടല്ല, എന്നാലും കുറച്ച് താഴോട്ട്. സെന്ററിലാണ്. അപ്പൊ നമ്മുടെ ടീച്ചർ ടേബിൾ എവിടെ ഇടും? അപ്പൊ സെന്ററിൽ ബോർഡ് വന്നാ ചുമരിന്റെ സെന്ററിലാണ്, വാളിന്റെ സെന്ററിൽ. കോർണറിലോ അല്ലെങ്കിൽ മിസ്സേ, ഞാൻ പോകുന്ന സ്കൂളിൽ റൈറ്റ് സൈഡിൽ ഇച്ചിരി മുകളിലായിട്ടാണ് വെച്ചേക്കുന്നവര്. ഇങ്ങനെ വെക്കുന്നത് കേട്ടോ. റൈറ്റ് സൈഡിൽ മുകളിലായിട്ട് അല്ലെങ്കിൽ അതായത് ഈ കോർണർ സൈഡ് കേന്ദ്രീകരിച്ചിട്ടായിരിക്കുള്ളൂ ബോർഡ് സെറ്റ് ചെയ്യുന്നത് അല്ലെ. അതായത് കുട്ടികൾ അവിടെ ടീച്ചേഴ്സിന് ടേബിൾ വരണം, ചെയർ വരണം, കുട്ടികളുടെ ബെഞ്ചസ് വരണം. അപ്പൊ കുട്ടികൾക്ക് ഈ ഒരു ടീച്ചറിന് അവിടെ ഒരു കോർണറിൽ നിന്നായിരിക്കണം ടീച്ചേഴ്സ് എന്താ ബോർഡ് യൂസ് ചെയ്യുന്നത്. ഓക്കെ. അപ്പോഴാണ് എല്ലാ കുട്ടികൾക്കും കൃത്യമായ രീതിയിൽ കാണാൻ പറ്റും. പക്ഷെ ബാക്ക് സൈഡിൽ ടീച്ചറിന്റെ ടേബിൾ തൊട്ട് പുറകിലായിട്ട് വരുമ്പോഴെന്താണ് കാണാൻ പറ്റും, പക്ഷെ അതൊരു ഡിസ്റ്റർബൻസ് ആയിരിക്കുള്ളൂ. വൈദ്യുതി ടീച്ചേഴ്സിനും അല്ലെങ്കിൽ കുട്ടികൾക്ക് ആ ടേബിളും ചെയറൊക്കെ വരുന്ന സമയത്ത് അതൊരു ഡിസ്റ്റർബൻസ് ആയിരിക്കുള്ളൂ. അല്ലെങ്കിൽ എന്തെങ്കിലും കുട്ടികളെ കൊണ്ട് എഴുതിപ്പിക്കണമെങ്കിലൊക്കെ നമ്മൾ സെന്ററിലേക്ക് കൊണ്ടുവരുന്ന സമയത്ത് ടേബിളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ കുറച്ച് ബുദ്ധിമുട്ടാണ്. പക്ഷെ നമ്മളൊരു കോർണർ സൈഡിലാണെങ്കിൽ എന്താണ് അവിടെ കുറച്ചുകൂടി സ്പേസ് ഉണ്ട് അല്ലെ. കുട്ടികൾക്ക് വന്ന് നിൽക്കാനോ അല്ലെങ്കിൽ ടീച്ചറിന്റെ കൂടെ നിന്ന് എന്തെങ്കിലും അടയാളപ്പെടുത്താനോ അല്ലെങ്കിൽ വരയ്ക്കാനോ ഒക്കെ നിൽക്കാനായിട്ട് കുറച്ചുകൂടി എളുപ്പമാണ് കുട്ടികൾക്ക്. കോർണർ സൈഡാണ് കുറച്ചുകൂടി നമുക്ക് നല്ലത്. ഓക്കെ ഫ്രണ്ട്സ്, സെൻട്രൽ പോർഷനേക്കാളും കൂടുതൽ ഏതെങ്കിലും കോർണർ കേന്ദ്രീകരിച്ചിട്ട് ബോർഡ് സെറ്റ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഓക്കെ. പിന്നെ ബോർഡ് യൂസ് ചെയ്യാൻ അറിയാത്തവരാരെങ്കിലും ഉണ്ടോ? ബ്ലാക്ക് ബോർഡ് യൂസ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടോ? നിങ്ങളോട് റോളിംഗ് ബോർഡിൽ വരച്ച് പഠിക്കാൻ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ? റോളിംഗ് ബോർഡില് എഴുതി പഠിക്കാനായിട്ട് പറഞ്ഞിരുന്നില്ലേ? ചെയ്തിരുന്ന ആരെങ്കിലും? ഇല്ല മാം, പറഞ്ഞത് കൊണ്ട് ഞാൻ അങ്ങനെ ആക്കിയത്. എഴുതി പഠിച്ചിട്ടില്ല. ബ്ലാക്ക് ബോർഡിൽ എഴുതിയിട്ടുണ്ട്. അപ്പൊ നിങ്ങള് പ്രാക്ടീസിന് സ്കൂളിൽ പോകുന്ന സമയത്ത് ബുദ്ധിമുട്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഒന്ന് പ്രാക്ടീസ് ചെയ്യാൻ പറഞ്ഞത്. അപ്പൊ നമുക്ക് റോളിംഗ് ബോർഡ് ഇപ്പൊ അവൈലബിൾ ആണ്, ഷോപ്പിലും കിട്ടും. അല്ലാതെ നമുക്ക് റെഡിയാക്കണമെങ്കിൽ നമുക്ക് ചെയ്യാവുന്നേ ഉള്ളൂ കേട്ടോ. ഓക്കെ. ഇൻ കേസ് റോളിംഗ് ബോർഡ് ഇല്ലെങ്കിൽ ഇപ്പൊ നമ്മുടെ എന്താണ് എന്തെങ്കിലും ഒരു കബോർഡോ അങ്ങനെ എന്തെങ്കിലും ഉള്ളതാണെങ്കിൽ നമുക്ക് എഴുതാൻ പറ്റുന്ന രീതിയിൽ ഭയങ്കര വേറെ സ്മൂത്ത് ആയുള്ള രീതിയിൽ എന്തെങ്കിലും ഒരു പ്രതലം കിട്ടുകയാണെങ്കിൽ അതിലൊന്ന് എഴുതി പഠിക്കുന്നത് കുറച്ചും കൂടി നല്ലതാണ്. കാരണം നിങ്ങൾ എന്തായാലും ബോർഡ് യൂസ് ചെയ്യണം. ബോർഡ് യൂസ് ചെയ്യേണ്ടതായിട്ട് സിറ്റുവേഷൻസ് വരും, ഉറപ്പുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് അതൊന്ന് പ്രിപ്പയർ ചെയ്യേണ്ടത് അത്യാവശ്യമാണ് കേട്ടോ. എപ്പൊ വേണമെങ്കിലും ചിലപ്പോൾ സ്കൂളിൽ നിന്ന് വിളിക്കും. ഇപ്പൊ എത്ര പേര് ഇവിടുന്ന് പോയിട്ടുണ്ട് ടീച്ചർ പ്രാക്ടീസിന് ക്ലാസ്സിൽ നിന്ന്? അറിയാമോ? ഞാനും പോകുന്നുണ്ട് മാം. ഇവിടെ വെള്ളപ്പൊക്കം ആയതുകൊണ്ട് ഇന്ന് പോയില്ല. 22 ഞാൻ 2 വീക്സിന്റെ മാം പോയി കഴിഞ്ഞു. ഏത് സ്കൂളിലായിരുന്നു? അതൊന്നും പറഞ്ഞില്ലല്ലോ. നിങ്ങൾ സ്കൂളിൽ പോയിട്ട് എന്താണ് പോയി ടീച്ചറെ എക്സ്പീരിയൻസ് ഒന്ന് പറയാൻ എന്താണ്? പിന്നെ ഇപ്പഴാ മാം കയറുന്നത്, അധികം കയറിയിട്ടില്ല പിന്നെ ക്ലാസ്സിൽ. കേറിയിട്ടില്ല. ഏത് സ്കൂളിലായിരുന്നു അത്? ഇവിടെ ബാംഗ്ലൂരാണ്, യൂറോ കിഡ്സ് എന്ന് പറഞ്ഞ സ്കൂളാണ്. എക്സ്പീരിയൻസ്? നല്ല എക്സ്പീരിയൻസ്. നമ്മളെ പേടി അങ്ങ് മാറി കിട്ടി. ഒരു കോൺഫിഡൻസ് ലെവൽ കിട്ടി. എവിടെ പോയാലും ഇപ്പൊ പിടിച്ചു നിൽക്കാൻ പറ്റും എന്നുള്ള ഒരു കോൺഫിഡൻസ് കിട്ടി. ഏത് ലാംഗ്വേജ് ആയിരുന്നു? അപ്പൊ മലയാളം മീഡിയം ആണോ? അല്ല മാം, ഇംഗ്ലീഷ് തന്നെയാണ്, ഫുൾ ഇംഗ്ലീഷ് തന്നെയാണ് യൂസ് ചെയ്യേണ്ടത്. അപ്പൊ ഏത് ക്ലാസ്സിലായിരുന്നു എടുത്തിരുന്നത്? ഞാൻ എല്ലാ ക്ലാസ്സും കവർ ചെയ്തു മാം. നഴ്സറി പോയി, LKG, UKG 1-2 ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ. LKG കുറെ വട്ടം പോയി, ടീച്ചേഴ്സ് ലീവ് വരുമ്പോ ഒക്കെ കേട്ടിട്ടുണ്ടായിരുന്നു. നഴ്സറി കുറെ പ്രാവശ്യം കയറിയായിരുന്നു. മിസ്സേ, ഞാൻ പോയതേ എന്റെ മകൻ നേരത്തെ പഠിച്ച MTLPS പുത്തൻകോട്ടയ്ക്കകം, നമ്മുടെ വീടിന്റെ കുറച്ചടുത്തുള്ള ഒരു സ്കൂളാണ്, 2 കിലോമീറ്റർ ചുറ്റളവില്.
പിന്നെ എനിക്ക് പൊതുവെ ആ സ്കൂളിലെ ടീച്ചേഴ്സുമായിട്ടൊക്കെ നേരത്തെ മുതലേ മകൻ പഠിച്ചിരുന്നത് കൊണ്ടേ ആ, നല്ലൊരു ബന്ധമുണ്ട്. പിന്നെ പിള്ളേരെ പാട്ട് പഠിപ്പിക്കാനും ഡ്രോയിങ് പഠിപ്പിക്കാനും ഒക്കെ ഞാൻ ഇതിനു മുൻപും അവിടെ പോയിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് അവിടെ ചെന്നപ്പോൾ വേറെ ഒരു ബുദ്ധിമുട്ടും തോന്നിയില്ല. പിന്നെ LKG UKG രണ്ട് ക്ലാസ്സിനെയും കൂടി ഒരുമിച്ചിരുത്തിയാ പഠിപ്പിക്കുന്നത്. ഒരുപാട് സ്ട്രെങ്ത് ഉള്ള സ്കൂളല്ല ടീച്ചറെ അത്. അതെ അതെ. ഇംഗ്ലീഷ് മീഡിയം തന്നെയാണ്, പക്ഷെ ഒരുപാട് സ്ട്രെങ്ത് ഇല്ല. എന്നാലും നല്ല രീതിയിൽ ക്ലാസ്സുകളൊക്കെ എടുത്തു പോകുന്നു. എത്ര ദിവസം പോയി പ്രാക്ടീസിന്? ഞാനിപ്പോ ഒരാഴ്ച കഴിഞ്ഞതേ ഉള്ളൂ മിസ്സേ. ഞാൻ 1.5 മാസത്തേക്ക് അവിടെ കൊടുത്തേക്കുന്നതേ. ആ, അപ്പൊ ഒരാഴ്ച പോയി. പക്ഷെ ഇപ്പൊ ഈ തിങ്കളും ചൊവ്വയും പോയില്ല. ഇവിടെ വെള്ളപ്പൊക്കം ആയതുകൊണ്ട് ഞാൻ പിന്നെ വിളിച്ചു പറഞ്ഞു ടീച്ചറെ ഞാൻ വരത്തില്ല എന്നൊരാഴ്ചത്തേക്ക്. എവിടെയാണ് ഇപ്പൊ സ്ഥലം? എവിടെയാ അഖിലയുടെ? ഇത് ആലപ്പുഴ. ഞാൻ കറക്റ്റ് ചെന്നിത്തലയാ മിസ്സേ സ്ഥലം. ആ, ഉം. ഓക്കെ, ശരി. സ്കൂളിൽ പോയെന്നെങ്കിൽ അതൊന്ന് പറയണോട്ടോ. നമുക്ക് അറിയാൻ പറ്റില്ല നിങ്ങൾ പോയോ ഇല്ലേ എന്നുള്ളത്. നിങ്ങൾ എന്താന്നറിയോ മിസ്സേ, അതിനുശേഷം ക്ലാസ്സിന് കേറുന്നില്ലായിരുന്നു. അതുകൊണ്ടാ പറയാൻ പറ്റാഞ്ഞത്. ഓക്കെ. ബാക്കിയുള്ളവര് സ്കൂളില് പോവാൻ നോക്കുന്നില്ലേ? ബാക്കിയുള്ള സ്റ്റുഡൻസ്? മിസ് ഞാനും പോകുന്നുണ്ട്. ഞാൻ നെക്സ്റ്റ് വീക്ക് പോകും. അജിത എവിടെയാണ് പോകുന്നത്? ഏത് ഞാൻ സ്കൂളാണ്? ഞാൻ കൊല്ലം ജില്ലയില ചാത്തന്നൂര് ആ, ചീമാട്ടി എന്ന് പറയുന്ന സ്ഥലത്ത് ആ. വിദ്യ ഏത് ഇംഗ്ലീഷ് മീഡിയം ക്ലാസ്സിലാണ് സ്കൂൾ. പഠിക്കുന്നത്? LKG UKG. ഇന്ന് പോയില്ല. എനിക്ക് ചെറിയ ജലദോഷം ഉള്ളതുകൊണ്ട്, കുഞ്ഞു മക്കളൊക്കെ അല്ലേ, ചുമയൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഞാനിന്ന് പോയില്ല. ഓക്കെ. എങ്ങനെ ഉണ്ടായിരുന്നു ഫസ്റ്റ് ക്ലാസ്സിലെ അനുഭവം? എങ്ങനെ ഉണ്ടായിരുന്നു? നല്ല എക്സ്പീരിയൻസ് ടീച്ചർ. പിന്നെ UKGയിലെ പിള്ളേര് ഇംഗ്ലീഷ് നമ്മൾ പറയുന്നുണ്ട്. പിന്നെ LKGയിലെ മക്കളുടെ അടുത്ത് മലയാളം കൂടെ യൂസ് ചെയ്യുന്നുണ്ട്. ആ. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ഞാൻ ആക്ഷൻ സോങ് ഒക്കെ പഠിപ്പിച്ച് അവര് റിപ്പീറ്റ് ചെയ്ത് അത് എപ്പോഴും പാടിക്കൊണ്ട് നടക്കുന്നുണ്ട്. അവിടുത്തെ സ്കൂളിലെ വാട്സപ്പ് ഗ്രൂപ്പിലായാലും പാരന്റ്സ് ഒക്കെ നല്ല അഭിപ്രായം പറയുന്നുണ്ട്. നേരിട്ടും പറഞ്ഞു ഓക്കെ, നല്ല ഇമ്പ്രൂവ്മെന്റ് ഉണ്ടെന്നൊക്കെ. ഓക്കെ, ശരി. സൽമ പോയിരുന്നോ? ഇല്ല മാം, അടുത്ത വീക്ക് പോകും. എന്തോ? നെക്സ്റ്റ് മൺഡേ തൊട്ട് പോകുന്നതും. ആ, ഓക്കെ, ശരി. റീജ പോയില്ലേ സ്കൂളില് പ്രാക്ടീസിന്? ഇല്ല മാം, എനിക്ക് പോവാനാവില്ല. മോനുണ്ട് ചെറിയൊരാള്, ഒരു 2.5 വയസ്സേ ആയിട്ടുള്ളൂ. അപ്പൊ വീട്ടില് വേറെ ആളില്ല നോക്കാൻ. ഓക്കെ, ശരി. കുഴപ്പമില്ല. കഴിഞ്ഞിട്ടായാലും ഇച്ചിരി വലുതായിട്ട് പോയാൽ മതി കേട്ടോ. ഞാൻ വിചാരിക്കുന്നത് ഞാനിപ്പോ ക്ലാസ് കഴിയുമ്പോഴേക്കും അവനെ ഒരു അംഗനവാടിയിലാക്കാനാവും. അതെ അതെ. ആ ഒരു സമയം കയറിയാൽ മതി. ഓക്കെ. കയറാന്ന് വിചാരിച്ചിട്ട്. സ്കൂളിലൊക്കെ പോയി വന്നപ്പോ ഒരു കോൺഫിഡൻസ് വന്നിട്ടുണ്ടോ നിങ്ങൾക്ക്? ഉറപ്പായിട്ടും മാം. ഫസ്റ്റ് ഡേ മാം പറഞ്ഞ പോലെ ഫസ്റ്റ് ഡേ നല്ല പേടിയായിരുന്നു. മക്കൾ നമ്മൾ പറയുമ്പോൾ നമ്മൾ കുറച്ച് ഫ്രീ ആയിട്ടല്ലേ ഫസ്റ്റ് ഡേ ഇടപെടുന്നത്. അപ്പൊ നമ്മൾ പറയുമ്പോൾ ഒന്നും അവരെ ഒട്ടും അനുസരിക്കുന്നുണ്ടായില്ല. പിന്നെ അവിടുത്തെ ടീച്ചേഴ്സ് നമ്മോട് പറഞ്ഞു കുഴപ്പമില്ല, കുറച്ച് ഹാർഡായിട്ട് തന്നെ സംസാരിച്ചോ, എന്നാലേ അവര് കേൾക്കത്തുള്ളൂ എന്ന് പറഞ്ഞപ്പോ പിന്നെയാണ് വരാനാകുമ്പോഴത്തേക്കൊക്കെ നല്ലോണം അനുസരിക്കാനൊക്കെ തുടങ്ങി. ഫസ്റ്റ് ഡേ ഒന്നും നമ്മൾ അവരങ്ങനെ അനുസരിക്കുന്നില്ല. ഫ്രീ ആയി പുതുതായിട്ട് ഒരാൾ വന്നു, പിന്നെ നമ്മൾ കുറച്ച് ഫ്രീ ആയിട്ട് ഇടപെടുമ്പോൾ അവർ ആ ഒരു ഫ്രീഡം മിസ്യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു ആദ്യമൊക്കെ. ആ ഒരു സ്കൂൾ സ്ട്രക്ചർ അല്ലെങ്കിൽ സ്കൂൾ എൻവയോൺമെന്റ് നിങ്ങൾ അതുമായി യോജിച്ചോ? എങ്ങനെയാണ്? യെസ് മാം. അത് നമ്മുടെ എല്ലാ ഇപ്പൊ മറ്റ് പ്രൊഫഷൻസിനെ നോക്കുകയാണെങ്കിൽ സ്കൂള് മറ്റൊന്നിനെ പോലെ അല്ല അല്ലെ? മറ്റൊരു സിറ്റുവേഷൻ ആണ് അവിടെ. നമ്മള് മറ്റു ഓർഗനൈസേഷൻ, മറ്റ് കമ്പനീസിന്, മറ്റേത് സ്ഥാപനങ്ങളെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ സ്കൂള് വ്യത്യസ്തമായിട്ടുള്ള ഒരു അനുഭവമാണ് നമുക്ക് വരുന്നത്. ഓക്കെ, അങ്ങനെ നിങ്ങൾക്ക് ഫീൽ ചെയ്തിരുന്നോ? ആ ഒരു രാവിലെ സമയം തുടങ്ങി വൈകുന്നേരമുള്ള സമയം വരെ ഇത്ര ദിവസത്തെ എക്സ്പീരിയൻസ് ഉണ്ടോ? വേറൊരു ഫീലിംഗ് ആണ്. നമ്മൾ ശരിക്കും പറഞ്ഞാൽ സ്കൂളിൽ പോയി നിങ്ങൾ പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ നമുക്കത് ഫീൽ ചെയ്യുള്ളൂ. ഇതാണ് സ്കൂളിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. നമുക്ക് ലാസ്റ്റ് ദിവസം കുറച്ചും ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അവിടെ പോരാൻ തന്നെ. അതൊരു വിഷമമാണ്. അങ്ങനത്തെ ഒരു വിഷമം ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ അവിടെ എന്തൊക്കെയോ ചെയ്തു എന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കിയത്. അതുപോലെ തന്നെ നമുക്ക് നല്ല മിസ് ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെയും പോയാൽ കൊള്ളായിരുന്നുണ്ടായിരുന്നു. മിസ്റ്റർ ഞാൻ പോയ സ്കൂളിലെ സ്കൂളിൽ LKG UKG ക്ലാസ് നല്ല സെറ്റപ്പ് ക്ലാസ് ഒക്കെ ആണെങ്കിലും അവിടുത്തെ ഭിത്തിയിലാണെങ്കിൽ ഒരു പൂവിന്റെ പടം പോലും ഇല്ല. എന്നുവെച്ചാൽ കുഞ്ഞുങ്ങളെ ഇംപ്രസ് ചെയ്യിക്കുന്ന രീതിയിൽ ആ ക്ലാസ്സിൽ ഒന്നുമില്ല. പക്ഷെ ഞാൻ ചെന്നതിന് ശേഷം ഞാൻ ആ ഭിത്തിയിൽ ഒരു കലാകൊലപാതകം തന്നെ ചെയ്തിട്ടുണ്ട്. സ്കൂൾ ഭിത്തിയിൽ നിറച്ച് ബലൂൺസും ബട്ടർഫ്ലൈസും ഫ്ലവേഴ്സും ഒക്കെ ഞാൻ ഇവിടുന്ന് ഫാബ്രിക് പെയിന്റ് വാങ്ങിച്ചുകൊണ്ട് പോയി. HM വാങ്ങി തന്നു.
അങ്ങനെ ആ ക്ലാസ് റൂം ഒരു വേറൊരു ലെവലിലോട്ട് മാറി. കുട്ടികളെ കൊണ്ട് കുറെ ചിത്രങ്ങൾ വരപ്പിച്ചു. എന്നിട്ട് എനിക്ക് ഏറ്റവും സന്തോഷവും തോന്നിയ ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രാജി എന്ന് പറഞ്ഞൊരു മിസ്സാണ് അവിടെ KG കൈകാര്യം ചെയ്യുന്നത്, LKG UKG. അപ്പൊ മിസ് ഒരു ദിവസം വന്നില്ല. വരാഞ്ഞ സമയത്ത് ഇവര് 11 മണിയാകുമ്പോ കുഞ്ഞുങ്ങൾ സ്നാക്സ് ഒക്കെ കഴിക്കുന്ന ടൈം ഉണ്ടല്ലോ. അപ്പൊ ആ സമയത്ത് ഈ കുഞ്ഞുങ്ങൾക്ക് ഭയങ്കര ഷെയറിങ് ആണ്. ആ കുഞ്ഞുങ്ങളെ എന്ത് കഴിച്ചാലും നമുക്കും കൂടി തരും. അപ്പൊ അങ്ങനെ കൊണ്ട് വന്നിട്ട് ലക്ഷ്മി എന്ന് പറഞ്ഞൊരു മോൾ എന്നെ കെട്ടിപ്പിടിച്ചിട്ട് പറയുവാ, മിസ്സേ ഞങ്ങൾ ചോദിക്കട്ടെ നെച്ചമ്മിനോട്, രാജി ടീച്ചറിനെ മാറ്റിയിട്ട് അഹില ടീച്ചറിനെ കൂടെ കയറ്റി. ഞാൻ പറഞ്ഞ എന്നോട് പറഞ്ഞതിരിക്കട്ടെ, ഇത് ടീച്ചറിനോട് പറയരുത്. കാരണം ടീച്ചർ ഭയങ്കര സപ്പോർട്ടീവാ ടീച്ചറെ. എന്നുവെച്ചാൽ നമുക്ക് അവിടെ ക്ലാസ് എടുക്കാനായിട്ടുള്ള ഒരു ഫുൾ ഫ്രീഡം തന്നിട്ടുണ്ട്. അതെ അതെ. അങ്ങനെ ഓക്കെ, അപ്പൊ അക്ഷയ്ക്ക് നല്ല എക്സ്പീരിയൻസ് ആണ് അല്ലേ? അതെ മിസ്സേ. ഞാൻ പോകുന്ന സ്കൂളിലും അങ്ങനെ തന്നെ. സാറ്റർഡേ ക്ലാസ് ഉണ്ടായിരുന്നു. അപ്പോഴത്തേക്ക് ഇവിടെ ക്ലാസ് ഉള്ളതുകൊണ്ടും പോയില്ല. അപ്പോഴത്തേക്ക് ഇന്നലെ ചെന്നപ്പോ എന്താ മിസ്സേ വരാന്നേ, ടീച്ചർ എന്താ വരാന്നേ, ടീച്ചർ മതിയായിരുന്നു, പാട്ടൊക്കെ പഠിപ്പിക്കാൻ ബോറായിരുന്നു എന്നൊക്കെയായിരുന്നു. ആണോ? ഇഷ്ടപ്പെട്ടു കുട്ടികൾക്കപ്പൊ? ഇഷ്ടപ്പെട്ടു. അതാണ് പിന്നെ വേണ്ടത്. അവിടുത്തെ HM പറഞ്ഞു, ടീച്ചിങ് പ്രാക്ടീസ് 1 month അല്ലേ ഉള്ളൂ, അത് കഴിഞ്ഞിട്ട് ഇടയ്ക്കൊക്കെ ഇങ്ങോട്ടൊന്ന് ഇറങ്ങണം, വരാതിരിക്കരുത്, ഓണം സെലിബ്രേഷൻ ഒക്കെ വരണം. അവര് സ്കൂളിൽ നിന്ന് വിളിച്ചു കഴിഞ്ഞ് വിളിക്കും നിങ്ങളെ. ഒഴിവായിരുന്ന സമയത്തൊക്കെ വേക്കൻസീസ് വരുമ്പോ നിങ്ങളെ വിളിക്കും കേട്ടോ. അങ്ങനെ പോകാനുള്ള അവസരം ഉണ്ടാവും. യെസ്. ഇനി നമുക്ക് സീറ്റ് അറേഞ്ച്മെന്റ്സ് നോക്കാം. By Montessori method, the student should sit freely on the floor. They can never lay down or turn back or rest their body in the convenient posture of them. Carpets are used in the nursery method, but it should have to be folded or spreaded by the children itself. Seat arrangements. മോണ്ടിസോറി മെത്തേഡ് അനുസരിച്ചിട്ട് മോണ്ടിസോറി കുട്ടികള് തറയിൽ ഇരുന്ന് പഠിക്കണം എന്നാണ് പറയുന്നത് അല്ലെ? ഫ്രീലി സിറ്റ് ഓൺ ദ ഫ്ലോർ. എന്തുകൊണ്ടാണ് തറയിൽ ഇരുന്ന് പഠിക്കാനായിട്ട് മോണ്ടിസോറി മാഡം അഭിപ്രായപ്പെടുന്നത്? അവർക്ക് കുറച്ചുകൂടി കംഫർട്ട് ആയിരിക്കും. യെസ്, they can never lay down or turn back or rest their body in the convenient posture. അവർക്ക് കൺവീനിയന്റ് ആയിട്ടുള്ള ഒരു പോസ്റ്ററിൽ കുട്ടികൾക്ക് എങ്ങനെ വേണമെങ്കിലും ഇരിക്കാൻ പറ്റും അല്ലെ? അപ്പൊ അതായത് ഫ്രീലി മൂവ്മെന്റ്സ് ആണ് താഴെ ഇരിക്കുന്ന സമയത്ത്. അവർക്ക് ഇപ്പൊ നമ്മളൊരു ടേബിൾ ബെഞ്ചിലോ ചെയറിലോ ഇരിക്കുന്ന സമയത്ത് നമ്മൾ ഒരേ പോസ്റ്ററിൽ തന്നെയാണ് കണ്ടിന്യൂസ് ആയിട്ട് കുറെ മണിക്കൂറുകൾ ഇരിക്കുന്നത്. പക്ഷെ ഇങ്ങനെ തറയിലിരിക്കുന്ന സമയത്ത് എന്താണ് അവർക്ക് ഏത് സൈഡിലേക്ക് നീങ്ങുന്നതിന് ഇരിക്കുന്നതിനൊക്കെ എന്താണ് പൊസിഷൻ ചെയ്യാനായിട്ട് അവരുടെ ബോഡിക്ക് പറ്റുന്നത്. ഓക്കെ. ഇനി നഴ്സറി മെത്തേഡ് അനുസരിച്ച് നമ്മുടെ കുട്ടികളെ കാർപ്പറ്റ്സ് വിരിച്ചിട്ട് അല്ലെങ്കിൽ പരവതാനി വിരിച്ചതിന് ശേഷമാണ് കുഞ്ഞുങ്ങളെ തറയിലിരുത്തി പഠിപ്പിക്കുന്നത്. ഇവിടെ 2 കാര്യങ്ങൾ വരുന്നുണ്ട്. കുട്ടികൾ തറയിലിരിക്കുന്ന സമയത്ത് ഒന്നില്ലെങ്കിൽ എന്താണ് അവരുടെ പോസ്ചർ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും, അവർക്ക് ഇഷ്ടമുള്ള പൊസിഷനിൽ ഇരിക്കാൻ പറ്റും. അതോടൊപ്പം തന്നെ എന്താണ് കുട്ടികള് ഇത് ഫോൾഡ് ചെയ്യാനും, അതായത് ഈ നമ്മുടെ കാർപ്പറ്റ്സുകൾ മടക്കാനും നിവർത്താനും കുട്ടികളെ പഠിക്കുകയാണ് അല്ലെ? ഫസ്റ്റ് ടീച്ചർ കാണിച്ചു കൊടുക്കും, പിന്നീട് എന്താണ് പിറ്റേ ദിവസം വരുന്ന സമയത്ത് കുട്ടികൾ തന്നെ പോയി കാർപ്പറ്റ്സ് എടുത്തുകൊണ്ട് വരും, കുട്ടികൾ തന്നെ വിരിക്കും, കുട്ടികൾ തന്നെ ഇരിക്കും. ഓക്കെ, ആ ഒരു 2 കാര്യം അവിടെ നടക്കുന്നുണ്ട്. അപ്പൊ അവരുടെ ഒരു ആക്ടിവിറ്റി, അവരുടെ മോട്ടോർ ആക്ടിവിറ്റി അവിടെ നടക്കുന്നുണ്ട്. കുഞ്ഞുങ്ങൾക്ക് അപ്പൊ എന്താണ് മാറ്റുക, നിവർത്താനും മടക്കാനൊക്കെ കുഞ്ഞുങ്ങള് കൃത്യമായിട്ട് രീതിയിൽ പഠിക്കും. ഓക്കെ, യെസ്. ഈ ഫസ്റ്റത്തെ പോയിന്റ് ഫസ്റ്റത്തെ സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്തേ. By Montessori method, the student should sit freely on the floor. Underline ചെയ്യാം ട്ടോ. Okay. Then platform benches are used for sitting and quarter benches used for writing purpose. പ്ലാറ്റ്ഫോം ബെഞ്ചസുകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? KG സെക്ഷനിലെ പ്ലാറ്റ്ഫോം ബെഞ്ചുകള്, ഏറ്റവും ഹൈറ്റ് കുറഞ്ഞ ബെഞ്ചസുകള് കണ്ടിട്ടുണ്ടോ? യെസ്. അതെന്തിനു വേണ്ടിയിട്ടാണ് പ്ലാറ്റ്ഫോം ബെഞ്ചസുകൾ ഉപയോഗിക്കുന്നത്? യൂസ്ഡ് ഫോർ സിറ്റിംഗ്. കുട്ടികള് പ്ലാറ്റ്ഫോം ബെഞ്ചസ് ഇരിക്കുന്നതിനും ക്വാർട്ടർ ബെഞ്ചസ് കുറച്ചുകൂടി ഹൈറ്റ് ഉണ്ടായിരിക്കും അല്ലെ? ക്വാർട്ടർ ബെഞ്ചസ് എന്തിനു ഉപയോഗിക്കും? റൈറ്റിംഗ് പർപ്പസസിന് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. പ്ലാറ്റ്ഫോം ബെഞ്ചസുകൾ ഇരിക്കുന്നതിനും ക്വാർട്ടർ ബെഞ്ചസുകൾ റൈറ്റിംഗ് പർപ്പസസിന് ഉപയോഗിക്കുന്നു. ഇനി അടുത്ത ക്ലാസ്സിലേക്ക് ആകുമ്പോൾ എന്താണ്? The next class, quarter benches will be used for sitting. ആദ്യം ഉപയോഗിച്ച ക്വാർട്ടർ ബെഞ്ചസ് കുട്ടികൾ എന്തിനു ഉപയോഗിക്കുന്നു? ഇരിക്കാനായിട്ട് അല്ലെ? കുട്ടികൾ അത് ഇരിക്കാൻ, മറ്റത് റൈറ്റിങ്ങിന് വേണ്ടിയാണ് ഉപയോഗിച്ചിരുന്നത്. ഇവിടെ എന്താണ്? ക്വാർട്ടർ ബെഞ്ചിൽ കുട്ടികൾ ഇരിക്കുന്നത്. ഹാഫ് ബെഞ്ചിൽ എന്ത് ചെയ്യും? ഹാഫ് ബെഞ്ച് വിൽ ബി യൂസ്ഡ് ഫോർ റൈറ്റിംഗ്.
ഹാഫ് ബെഞ്ചസുകൾ കുഞ്ഞുങ്ങൾ എഴുതാനായിട്ടും ഉപയോഗിക്കുന്നു. ഇനി അടുത്ത ക്ലാസ് എത്തുമ്പോഴോ നെക്സ്റ്റ് ടു ഹാഫ് ബെഞ്ച് വിൽ ബി യൂസ് ഫോർ സിറ്റിംഗ്. പിന്നീട് നമ്മൾ എന്താണ് അടുത്ത ക്ലാസ്സിലേക്ക് മാറുന്ന സമയത്ത് ഹാഫ് ബെഞ്ചസുകൾ ഇരിക്കുന്നതിനോ ഫുൾ ബെഞ്ച് എന്ത് ചെയ്യും, അതായത് നല്ല ഹൈറ്റ് ഉള്ള ബെഞ്ചസുകൾ എന്ത് ചെയ്യും, ഫുൾ ബെഞ്ച് ഫോർ റൈറ്റിംഗ് പർപ്പസസിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കും. In the higher classes, full benches are desk or long tables are used. ഇനി കുറച്ചുകൂടി വലിയ ക്ലാസ്സിലേക്ക് ആവുന്ന സമയത്ത് നമ്മൾ എങ്ങനത്തെ ഫർണിച്ചേഴ്സ് ആണ് ഉപയോഗിക്കുന്നത്? ഫുൾ ബെഞ്ചസ് ആൻഡ് ഡെസ്ക് ഓർ ലോങ് ടേബിൾസ് ആർ യൂസ്ഡ്. അല്ലെങ്കിൽ ലോങ് ടേബിൾ ഉപയോഗിക്കുക, അല്ലെങ്കിൽ എന്താണ് ഫുൾ ബെഞ്ചസോ ഡെസ്കോ ആയിരിക്കും ഉപയോഗിക്കുന്നത്. ഓക്കെ, ഒന്നുകൂടി നോക്കൂ. Then platform benches are used for sitting and quarter benches used for writing purpose. പ്ലാറ്റ്ഫോം ബെഞ്ചസുകൾ എന്തിനു വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്? ഇരിക്കുന്നതിന്. ക്വാർട്ടർ ബെഞ്ചസുകളോ എഴുതുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്നു. ഇനി നെക്സ്റ്റ് ക്ലാസ്സിലാവുമ്പോ ക്വാർട്ടർ ബെഞ്ച് എന്തിനാണ് ഉപയോഗിക്കുന്നത്? ക്വാർട്ടർ ബെഞ്ചുകൾ എന്തിനാണ് ഉപയോഗിക്കുന്നത്? ക്വാർട്ടർ ബെഞ്ചസ് ഇരിക്കുന്നതിന്, ഹാഫ് ബെഞ്ചസോ എഴുതുന്നതിന്. നെക്സ്റ്റ് ക്ലാസ്സിൽ ഹാഫ് ബെഞ്ച് എന്ത് ചെയ്യുന്നു? ഇരിക്കാൻ ഉപയോഗിക്കുന്നു. റൈറ്റ് ചെയ്യുന്നത് ഉപയോഗിക്കുന്നത് അല്ലെ. ഹയർ ക്ലാസ്സസിൽ നമ്മൾ ഏതൊക്കെയാണ് ഉപയോഗിക്കുന്നത്? ഹയർ ക്ലാസ്സസുകളില് benches and desks. benches, desk or long tables are used. Putting individual chairs and collective long bench to write will provide them identity and at the same time improve the cooperation among them. ഇനി നമ്മളെ കുട്ടികളെ ചെയേഴ്സിൽ അല്ലെങ്കിൽ ടേബിൾസിന് ചുറ്റുമായിട്ട് ഇങ്ങനെ വട്ടത്തിലേക്ക് എത്തിയിട്ട് നമ്മുടെ ഒരു പുതിയ സിനിമ ഇറങ്ങിയിട്ടുണ്ട്. അതില് നിങ്ങൾ കണ്ടിരുന്നോ? സ്ഥാനാർത്ഥി ശ്രീകുട്ടൻ എന്ന സിനിമയിലെ ഒരു സീൻ നമ്മളെപ്പോഴും റീൽസിലൊക്കെ വരുന്നുണ്ട്. ആ കുട്ടികളുടെ ക്ലാസ് അറേഞ്ച്മെന്റ്സ് എങ്ങനെയാണെന്ന് കണ്ടിട്ടുണ്ടോ? എങ്ങനെയായിരുന്നു? നോർമൽ ക്ലാസ് റൂംസ് ആയിരുന്നു. പിന്നീട് എന്ത് ചെയ്തു? കുട്ടികൾ തന്നെ തയ്യാറാക്കിയ ഒരു ക്ലാസ് റൂം സ്ട്രക്ചർ കൊണ്ടുവന്നു. എങ്ങനെയാണ്? അതായത് ടീച്ചറിന്റെ ടേബിള് നടുക്ക്, ബാക്കി എല്ലാ ബെഞ്ചസും ഡെസ്കും എങ്ങനെയാണ് വരുന്നത്? ഇങ്ങനെ റൗണ്ട് ചെയ്തത്, അത് യു ഷേപ്പിൽ. യു ഷേപ്പ് എന്ന് പറയുമ്പോൾ എന്താണ്? ഓരോരുത്തരും ആരും ബാക്കിലോ ഫ്രണ്ടിലോ ഏറ്റവും ബാക്കിലോ അല്ലെങ്കിൽ സെന്ററിലോ ഒന്നും ആരും വരുന്നില്ല. എങ്ങനെയാണ്? ഇങ്ങനെ യു ഷേപ്പിൽ. അതായത് ഇവിടെ ഒരു ഡെസ്ക്, ഇവിടെ ഒരു ഡെസ്ക്, ഇവിടെ ഒരു ഡെസ്ക്, അങ്ങനെ കംപ്ലീറ്റ്. അതായത് അവർക്ക് ഫേസ് ടു ഫേസ് കാണാൻ പറ്റും കുട്ടികൾക്ക്. സെന്ററിൽ ആര് വരും? ടീച്ചർ. സെന്റർ മീൻസ് കറക്റ്റ് സെന്റർ അല്ല, കുറച്ചും കൂടി എഡ്ജ് ഭാഗത്തായിട്ടാണ് ടീച്ചറിന്റെ ടേബിൾ വരുന്നത്. ഓക്കെ, യെസ്. അപ്പൊ അത് നല്ലൊരു മെത്തേഡ്. നമുക്ക് ഏറ്റവും കൂടുതൽ അപ്രീസിയേഷൻ കിട്ടിയ ഒരു സിനിമയാണ്. അങ്ങനത്തെ ഒരു മെത്തേഡ് കുട്ടികളാണ് അതിൽ ആ സിനിമയിലാണ് കൊണ്ടുവന്നത്. കുട്ടികളുടെ സ്ക്രിപ്റ്റ് റൈറ്ററുടെ ഒരു ഐഡിയ ആണ്. പക്ഷെ കുട്ടികളാണ് ആ സിനിമയിൽ അത് അഭിനയിച്ച് കാണിക്കുന്നത്. അത് ലാസ്റ്റ് ഒരു ഇലക്ഷൻ പർപ്പസ് ഉണ്ട്. ഇലക്ഷൻ ഒക്കെ കഴിഞ്ഞതിന് ശേഷം അധ്യാപകരൊക്കെ ചില അധ്യാപകർ കുറച്ച് മോശം അഭിപ്രായങ്ങൾ അല്ലെങ്കിൽ മോശം പെരുമാറ്റങ്ങളുള്ളവരുണ്ടായിരുന്നു. അതിൽ നിന്നൊക്കെ കുട്ടികൾ ഓരോ പാഠവും കുറെ കാര്യങ്ങൾ മനസ്സിലാക്കിയതിനു ശേഷമാണ് ലാസ്റ്റ് ഇങ്ങനെ ഒരു ക്ലാസ് അറേഞ്ച്മെന്റ്സ് കുട്ടികൾ ചെയ്യുന്നത്. ഓക്കെ, ഇപ്പൊ സിനിമ കാണാത്തവരൊന്ന് കണ്ടു നോക്കുക കേട്ടോ. സ്ഥാനാർത്ഥി ശ്രീകുട്ടൻ സിനിമയുടെ പേര് കണ്ടോ ആരെങ്കിലും? മാം, ഞാൻ ഫിലിം കണ്ടിട്ടില്ല, പക്ഷേങ്കിൽ അതിനെപ്പറ്റി കുറെ ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ അതിനെ കുറിച്ച് അഭിപ്രായം പറയുന്നത് കേട്ടായിരുന്നു. അതെ അതെ. അപ്പൊ അവര് പറയുന്നുണ്ടായിരുന്നു ഈ ഫസ്റ്റ് ബെഞ്ചസ്, സെക്കൻഡ് ബെഞ്ചസ്, ലാസ്റ്റ് ബെഞ്ച്, ആ ഒരു നെയിം ഉണ്ടാവില്ലേ, ആ ഒരു നെയിം മൊത്തമായിട്ട് പോകുന്നുണ്ട്. നമ്മൾ പറയില്ല നമ്മള് ബാക്ക് ബെഞ്ചിൽ ഇരിക്കുന്ന കുട്ടികള് എങ്ങനെയാണ് നമ്മൾ കൺസിഡർ ചെയ്യാറ്? കുഴപ്പന്മാര് ഫസ്റ്റ് ബെഞ്ചിൽ ഫുള്ള് ക്ലിയർ പെർഫെക്റ്റ്, ഒരു മീഡിയം ലെവലിൽ ഒരു മീഡിയം പഠിക്കുന്ന പിള്ളേര് ആ സെക്ഷൻ. പക്ഷെ എനിക്ക് തോന്നുന്നു വലിയ ക്ലാസ് ആണെങ്കിൽ, ഇപ്പൊ ഞാൻ പഠിച്ച സ്കൂളിലും ഓൾമോസ്റ്റ് 60 സ്റ്റുഡൻസ് ഉണ്ടാവുമായിരുന്നു, ചെറിയ സ്കൂളിൽ തന്നെ. അപ്പം അങ്ങനെയുള്ള ഇതിൽ നമുക്ക് അങ്ങനെ അത്ര പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റില്ല. പക്ഷെ LKG സെക്ഷനിലൊക്കെ നല്ലൊരു ഐഡിയ ആണ്. കുട്ടികൾ കുറച്ചല്ലേ ഉണ്ടാവുള്ളൂ, അപ്പൊ നല്ലൊരു ഐഡിയ. പക്ഷെ വലിയ വലിയ ക്ലാസ് വരുമ്പോൾ അതിന് കുറച്ച് ബുദ്ധിമുട്ടുകൾ വരും തോന്നുന്നു. അതെ അതെ. പിന്നെ അതുപോലെ തന്നെ ഇപ്പൊ ഇപ്പൊ സ്കൂളിലാണെങ്കിൽ റൊട്ടേഷൻ റൊട്ടേഷൻ അല്ലേ, ഡെയിലി റൊട്ടേഷൻ ടീച്ചർ അല്ലേ കുട്ടികൾക്ക്? ഇപ്പൊ ഫസ്റ്റ് ബെഞ്ച് ബാക്ക് ബെഞ്ച് ആയിട്ട് അങ്ങനെയില്ല, ഡെയിലി റൊട്ടേറ്റ് ചെയ്താ വരുന്നത്. ഇനി റൊട്ടേഷൻ വരുന്നുണ്ട് എങ്കിലും കുറച്ചും കൂടി നല്ല രീതിയിൽ, അതായത് കുട്ടികൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അവർക്ക് പെട്ടെന്ന് അവരെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ, അവർക്ക് പരസ്പരം ഫേസ് ടു ഫേസ് കാണാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ ആണ് യു ഷേപ്പ് എന്ന് പറയുന്നത്. നമ്മുടെ ക്ലാസ്സിൽ അത് പറയുന്നുണ്ട്, യു ഷേപ്പ് എന്ന് പറയുന്നത്. അഖില എന്താ പറഞ്ഞേ? കേട്ടില്ല കേട്ടോ. രേഷ്മ പറയുന്ന റൊട്ടേഷൻ ഉണ്ട്, റൊട്ടേറ്റ് ചെയ്യുന്നത് നല്ലതാണ്. പക്ഷെ കുറച്ചും കൂടി ഇതാണ് നല്ലത്, യു ഷേപ്സിൽ ക്ലാസ് വരുന്നതാണ്
കുറച്ചുകൂടി നല്ലത്. പക്ഷെ ചില ക്ലാസ്സിൽ 60 കുട്ടികളൊക്കെ ഉണ്ടാവുമ്പോ അത് ബുദ്ധിമുട്ടല്ലേ മാം? സ്ട്രെങ്ത് വ്യത്യാസം വരുമ്പോ അത് പറ്റില്ല നമുക്ക്. എങ്കിലും മാക്സിമം അറേഞ്ച് ചെയ്യാനായിട്ട് പറ്റും നമുക്ക്. അല്ലെങ്കിൽ ആ യു ഷേപ്പ് തന്നെ 2 റോയിൽ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും. യു തന്നെ 2 റോ ആയിട്ട്, അതായത് ആദ്യം വലിയൊരു യു, അത് കഴിഞ്ഞിട്ട് അതിന്റെ അകത്തൊരു ചെറിയ യു, അങ്ങനെയാണെങ്കിലും ചിലപ്പോൾ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തെടുക്കാനായിട്ടൊക്കെ പറ്റും. അത് കുറച്ച് സ്പേസ് ഒക്കെ ഇട്ട് അത് അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും. നിങ്ങൾ റൂമിലൊക്കെ പോകുന്ന സമയത്ത് അങ്ങനത്തെ അറേഞ്ച്മെന്റ്സ് ഒക്കെ ഒന്ന് ചെയ്തു നോക്കാം കേട്ടോ. ഒന്നും പറ്റാത്ത രീതിയിൽ കുട്ടികൾക്കൊന്നും ഡെസ്കൊക്കെ പൊക്കിയൊക്കെ പൊക്കി ബെഞ്ചസ് ഒന്നും കാലിലൊന്നും വീഴാത്ത രീതിയിൽ നിങ്ങൾ തന്നെ അറേഞ്ച് ചെയ്ത് നോക്കണം. ഓക്കെ, നല്ല അറേഞ്ച്മെന്റ്സ് ഉള്ള ക്ലാസ് റൂമുകൾ ഉണ്ടാവും, അല്ലാത്ത പക്ഷെ അങ്ങനെ കാണുമ്പോൾ നമുക്ക് ഒരു ക്ലാസ് ആണെന്ന് അറിയാൻ പറ്റുള്ളൂ. ഒരു അറേഞ്ച്മെന്റ്സ് ഇല്ല എന്ന് ക്ലാസ് ഇപ്പൊ അഖില പറഞ്ഞില്ലേ, ആ ക്ലാസ് കയറിയിട്ട് ക്ലാസ്സിൽ ഒന്നുമില്ല, ഒരു പിക്ചർ പോലും ഇല്ല. അപ്പൊ നമുക്കത് മോഡിഫൈ ചെയ്യാൻ പറ്റി. അഖില എന്തെങ്കിലും പിക്ചർ വരച്ചത് കളർഫുൾ ആക്കി. അതേപോലെ നമുക്ക് ഡെസ്കോ ബെഞ്ചോ ഒക്കെ ഒരു ഡിസ്പ്ലേസ് ആയിട്ടാണ് കിടക്കുന്നതെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾക്ക് അത് അറേഞ്ച് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ നിങ്ങൾ അത് അറേഞ്ച് ചെയ്ത് കൊടുക്കുക. ഓക്കെ, യെസ്, അങ്ങനത്തെ കാര്യങ്ങൾ കൂടി നമ്മൾ ചെയ്യണം. നമ്മൾ വെറുതെ പഠിപ്പിക്കാനുള്ള കാര്യങ്ങൾ മാത്രം പഠിപ്പിച്ചു പോകരുത്. കുറച്ച് ബേസിക് ആയിട്ടുള്ള ക്ലാസ് റൂമുമായി ബന്ധപ്പെട്ട് വരുന്ന കുറെ കാര്യങ്ങളുണ്ട്. അതിനാണ് നമ്മൾ സ്ട്രക്ചർ ഓഫ് ദ ക്ലാസ് റൂം പഠിക്കുന്നത്, അല്ലെ? ഓക്കെ, യെസ്. Putting individual and chairs and collective long benches to write will provide them identity and at the same time improve the cooperation among them. ഇനി കുട്ടികൾ ഇപ്പോ റൗണ്ട് ടേബിൾ അല്ലെങ്കിൽ ലോങ് ബെഞ്ചസിന് ചുറ്റും ഇങ്ങനെ കണ്ടിട്ടില്ല, നമ്മൾക്ക് ലൈബ്രറിയിലൊക്കെ കണ്ടിട്ടുണ്ടാവുന്നത്. വലിയ ടേബിൾ ആയിരിക്കും, അതിന് ചുറ്റും ചെയേഴ്സ് ഉണ്ടാവും. അപ്പൊ കുട്ടികൾ എന്താണ് പരസ്പരം അവർ അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ടുകൊണ്ടിരിക്കുകയാണ്, അല്ലെ? ഇപ്പൊ യു ഷേപ്സ് പറഞ്ഞ പോലെ തന്നെ എന്താണ്, അപ്പൊ അവിടെ എന്താണ് ഡെവലപ്പ് ചെയ്യുന്നത്, എന്ത് കാര്യമാണ് കുട്ടികൾ അവിടെ ഡെവലപ്പ് ചെയ്യുന്നത്? ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഇത് ഡെവലപ്പ് ചെയ്യാൻ സാധിക്കും. അവർക്കൊരു യൂണിറ്റി ഉണ്ടാവും. അവർക്ക് യൂണിറ്റി ഉണ്ടാവും. എന്റെ മോൻ പഠിക്കുന്ന സ്കൂളില് 5 പിള്ളേരെ, 4 ഡെസ്കും 4 ബെഞ്ചും. അതിൽ ഒരു ഡെസ്കിൽ 2 പേര്, ഒരു ഡെസ്കിൽ 2 പേര്, അങ്ങനെയൊക്കെ ആയിട്ട് ഒരു ഡെസ്കും ബെഞ്ചിൽ ഒറ്റ കൊച്ചേ ഉണ്ടാവുള്ളൂ. അത് റൊട്ടേറ്റ് ചെയ്യുകയാണെങ്കിൽ കൂടെ എങ്ങനെ വന്നാലും ഒരു കുട്ടിയെ ഉണ്ടാവുള്ളൂ. അപ്പൊ ഞാൻ വിചാരിക്കും എല്ലാവരും കൂടെ ഒരുമിച്ച് ഇരുത്തുകയാണെങ്കിൽ അതൊരു പക്ഷെ 3 ആൾക്ക് ഇരിക്കാനുള്ള സ്പേസ് ഇല്ല. 2 ആൾക്ക് സിമ്പിൾ ആയിട്ട് ഇരിക്കാം. പക്ഷെ ഒരു ഡെസ്കിൽ ഒരു കുട്ടിയെ ഉണ്ടാവുള്ളൂ എങ്ങനെ പോയാലും. ആ കുട്ടി മാത്രം ഒറ്റയ്ക്ക് ഇരിക്കേണ്ടി വരും. ചിലപ്പോൾ അത് ഇവനായിരിക്കും. ഇവനാണെങ്കിൽ പറയും അന്ന് ആരും ഉണ്ടായില്ല, ഞാൻ ഒറ്റയ്ക്കാ സ്നാക്സ് കഴിച്ചത്, ഒറ്റയ്ക്കാണ് അത് ഭക്ഷണം കഴിച്ചതെന്ന് പറയും. അപ്പൊ ഞാൻ പറയും ടീച്ചറോട്, ടീച്ചർ എല്ലാവരും കൂടി ഒരുമിച്ച് ഇരുത്തുകയാണെങ്കിൽ കുറച്ചും കൂടെ എളുപ്പമായിരുന്നു. പക്ഷെ ടീച്ചർമാര് പറയുന്നത് ഒരുമിച്ച് ഇരുത്തിക്കഴിഞ്ഞാൽ അവർ അങ്ങോട്ട് പിടിക്കല് ഇങ്ങോട്ട് പിടിക്കല് വർത്താനം പറയല്, പിന്നെ അതൊരു ഭയങ്കര എൻജോയ്മെന്റ് ആണ് അവർക്ക്. ഈ സിനിമയ്ക്കൊക്കെ പോയ പോലെ നല്ല ആഘോഷമായിട്ടിരുന്ന് വർത്താനം പറയലും കളിയൊക്കെ ആയിരിക്കും. അതുകൊണ്ട് ഇടയ്ക്ക് അങ്ങനെ ഇരുത്തും, പിന്നെ മാക്സിമം ഇങ്ങനെ ഇരുത്തല് എന്നാ പറയാം. അതൊരു സ്കൂളുകളുടെ രീതി അല്ലെ, നമുക്കൊന്നും പറയാനില്ല. പക്ഷെ അങ്ങനെ ഒറ്റയ്ക്ക് ഇരുത്തുന്നതിൽ നല്ലത് കുഞ്ഞുങ്ങൾ കൂട്ടത്തിൽ ഇരുന്ന് വളരുന്നതല്ലേ നല്ലത്, ഒരുമിച്ചിരിക്കേണ്ടവരെ. ഒരുമിച്ചിരിക്കുന്ന തന്നെ അതിന്റെ ശരി. അപ്പൊ ഇങ്ങനെ ഇരിക്കുമ്പോൾ അവർ തമ്മിലുള്ള യൂണിറ്റി ഡെവലപ്പ് ചെയ്യുന്നതോടൊപ്പം തന്നെ എന്താണ്, ഒരു കോപ്പറേഷൻ ഉണ്ടാവും പരസ്പരം. ആ ഇപ്പൊ ഇങ്ങനെ ഒറ്റയ്ക്ക് ഇരിക്കുന്ന സമയത്ത് അവർക്ക് കോപ്പറേഷൻ ഉണ്ടാവില്ല, അല്ലെ? അല്ലെ റീജ? അത് ശരിയാണ്. പിന്നെ ഭയങ്കര സങ്കടമായിരിക്കും അന്ന് അവർ ഒറ്റയ്ക്കാണ്. കാരണം അവരൊറ്റയ്ക്ക്, പക്ഷെ അന്ന് വർക്കൊക്കെ വേഗം വേഗം ചെയ്ത് തീരുവേ, കൊടുത്ത സംഭവങ്ങളൊക്കെ വേഗം വേഗം, അപ്പുറത്തും ഇപ്പുറത്തും സംസാരിക്കാൻ ആളില്ലാത്തതുകൊണ്ട് ഇതന്നെ ചെയ്യണമല്ലോ. അപ്പൊ ചെയ്ത് തരും. പക്ഷേങ്കില് ഒറ്റയ്ക്ക് ഇരിക്കുന്ന ദിവസം അവര് ഭയങ്കര സങ്കടമായിരിക്കും. ഒരുമിച്ചിരിക്കുന്നത് എപ്പോഴും എല്ലാവർക്കും ഇഷ്ടം ഉണ്ടാവുക. അപ്പൊ ഇതുപോലെ ചെയർസ് കൊടുക്കുന്ന സമയത്ത് അവർക്ക് ഒരു കുട്ടിക്ക് ഒരു ചെയർ കൊടുക്കുമ്പോൾ അവരവരുടെ ഒരു ഐഡന്റിറ്റി ഡെവലപ്പ് ചെയ്യണം, അല്ലെ? അവർക്ക് എന്റെ ചെയറാണ്, ഞാൻ ക്ലാസ്സിൽ ഇരിക്കുന്നു എന്നുള്ള ഒരു കുട്ടിക്ക് തന്നെ ഒരു എന്ത് തോന്നാം, എന്റെ ചെയറിൽ ഞാൻ ഇരുന്ന് പഠിക്കുന്ന, അല്ലെങ്കിൽ എന്റെ കൂട്ടുകാരന്റെ തൊട്ടടുത്തിരിക്കുന്ന ആ ഒരു കോപ്പറേഷൻ, പരസ്പരം അങ്ങനെ സഹായിച്ചും അല്ലെങ്കിൽ എന്താണ് അവർക്ക് പരസ്പരം അങ്ങാരുടെ ഐഡിയാസ് ഒക്കെ ഷെയർ ചെയ്യാനും, അല്ലെങ്കിൽ ഫേസ് ടു ഫേസ്, ചില കുട്ടികൾ മുഖത്ത് പോലും നോക്കാറില്ല, അല്ലെ? ഫേസിൽ പോലും നോക്കാതെ തൊട്ടടുത്തിരിക്കുന്ന ആളെ പോലും ചില ഇപ്പോഴത്തെ സിസ്റ്റം എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെയൊക്കെയാണ്. കുറെ പിള്ളേർക്ക് അറിയില്ല തൊട്ടടുത്തിരിക്കുന്ന കൂട്ടുകാരുടെ പേര് അറിയാൻ പറ്റും, പക്ഷെ അവരെവിടെ നിന്നാണ് എങ്ങനെയാണെന്നൊന്നും അറിയില്ല. അത്യാവശ്യം ഈ യു ഷേപ്പിൽ ഇരിക്കുമ്പോ എന്താണ് പരസ്പരം ചിരിക്കെങ്കിലും ചെയ്യാൻ പറ്റില്ല. എന്തായാലും ഫേസിൽ നോക്കുന്ന സമയത്ത് അറിയാതെങ്കിലും ഒരു ചിരി വന്നു, അങ്ങനെയെങ്കിലും ഒരു കുട്ടികൾ തമ്മിലൊരു അറ്റാച്ച്മെന്റ് സംഭവിക്കും. ഓക്കെ, ഇനി ഇവിടെ എന്താ പറയുന്നത്, അപ്പൊ കോർപ്പറേഷൻ ഡെവലപ്പ് ചെയ്യുമെന്നാണ് പറയുന്നത്. കുട്ടികളുടെ ഇടയിലുള്ള ഒരു സഹകരണ മനോഭാവം ഡെവലപ്പ് ചെയ്യുന്നു. It's a normal table, either square or round, is used for the entire class. Teacher can arrange them to sit in U shape or J shape. ഇനി നമുക്ക് ടേബിൾസ്, നമുക്ക് നോർമലി ക്ലാസ് റൂമിൽ സ്ക്വയർ ടേബിൾ ആണ് നമ്മൾ കണ്ടിട്ടുള്ളത്, അല്ലെ? സ്ക്വയർ ടേബിൾ മാത്രമല്ല ഉണ്ടാവുന്നത്, റൗണ്ട് ടേബിൾ ഉണ്ടാവാറുണ്ട്. ടീച്ചേഴ്സിന് റൗണ്ട് ടേബിൾ വരാറുണ്ട്.
അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് ടീച്ചേഴ്സിന് പല രീതിയിലും കുട്ടികൾ ക്ലാസ്സിൽ സിറ്റിംഗ് അറേഞ്ച് ചെയ്യാൻ പറ്റും. എങ്ങനെയാണ്? ഒന്ന് യു ഷേപ്പില്, പിന്നെ ജി ഷേപ്പില്. ജി ഷേപ്പിൽ എന്ന് പറയുമ്പോൾ ടീച്ചറിന്റെ ടേബിൾ എവിടെ വരും? ടീച്ചറിന്റെ ടേബിൾ എവിടെ ആയിരിക്കും വരുന്നത്? ജി ഷേപ്പ് ആവുമ്പോ സെന്ററില് സെന്ററിൽ വരും അല്ലെ? ടീച്ചറിന്റെ ഷേപ്പ് അല്ലെങ്കിൽ ടീച്ചറിന്റെ ടേബിൾ സെന്ററിൽ വരും. അപ്പൊ കുട്ടികൾ എങ്ങനെയായിരിക്കും വരുന്നത്? ആലോചിച്ച് നോക്കിയെങ്കിൽ ജി ഷേപ്പിൽ എങ്ങനെ ഒരു ക്ലാസ്? ചുറ്റും കുട്ടികളായിട്ടല്ലേ ഉണ്ടാവുക? ചുറ്റും കുട്ടികളായിരിക്കുമല്ലോ. അതായത് സൈഡില് കോർണറിലൊക്കെ എന്താണ് കുട്ടികൾ വരും. അപ്പൊ പരസ്പരം എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും കാണാൻ പറ്റുന്ന രീതിയിൽ ടീച്ചർ സെന്ററിൽ വരും, കുട്ടികള് സൈഡ് സീറ്റില് 2 കോർണേഴ്സിന് കുട്ടികൾ വരും, സെന്ററിൽ വരും. അങ്ങനത്തെ ഒരു രീതിയിൽ നമുക്ക് അറേഞ്ച് ചെയ്യാൻ പറ്റും. നിങ്ങൾ ക്ലാസ്സിൽ പോകുമ്പോൾ ഇതൊക്കെ ഒന്ന് ചെയ്ത് നോക്കാം കേട്ടോ. ഷേപ്സിൽ അറേഞ്ച് ചെയ്യാൻ പറ്റുന്നുണ്ടോന്നൊന്ന് ചെയ്ത് നോക്കണം. പ്രാക്ടിക്കലി നിങ്ങൾ ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പൊ ടേബിൾ നമുക്ക് 2 രീതിയിൽ വരാം. സ്ക്വയറിൽ ഉണ്ടാവും, റൗണ്ട് ടേബിൾ ഉണ്ടായിരിക്കും. ടീച്ചർ നമുക്ക് മാക്സിമം യു ഷേപ്സിലോ ജി ഷേപ്സിലോ ഏത് ആൽഫബറ്റിക് ഷേപ്സിൽ നമുക്ക് വേണമെങ്കിൽ അറേഞ്ച് ചെയ്യാം. നമ്മുടെ ഓ ഷേപ്പിൽ നമുക്ക് അറേഞ്ച് ചെയ്യാൻ പറ്റുമോ? പറ്റുമോ മാം? ഓ ഷേപ്പ് മനസ്സിലാവുക. ടീച്ചർ സെന്ററില് ചിലപ്പോൾ ബാക്കിൽ കുറച്ച് സ്റ്റുഡൻസിന്റെ ബെഞ്ച്, അതിങ്ങനെ ഒരു എന്തെങ്കിലും ആക്ഷൻ സോങ് കളിക്കുമ്പോൾ അത് നല്ല രസമായിരിക്കും. പക്ഷെ ഈ ജി സെറ്റ് ചെയ്യാൻ പറ്റുമോ? സെറ്റ് അയ്യോ ചെയ്യാൻ പറ്റുമോ? പറ്റുമല്ലോ, സെറ്റ് ചെയ്യാൻ പറ്റുമല്ലോ. സെറ്റ് പറ്റും. അപ്പൊ സ്പേസ് കൂടുതൽ കിട്ടും ക്ലാസ്സിൽ. പക്ഷെ കുറച്ച് കുട്ടികളുള്ള ക്ലാസ്സുകളിൽ മാത്രമേ നമുക്ക് ഷേപ്സ് ചില ആൽഫബറ്റിക് ഷേപ്സുകൾ അറേഞ്ച് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ടി ചെയ്യാൻ പറ്റും നമുക്ക്. ടി ആൽഫബറ്റ് ലെറ്റർ ടി ഇങ്ങനെ ചെയ്യാൻ പറ്റും. സെന്ററിൽ ഫസ്റ്റ് ഒരു 2-3 ബെഞ്ചും ഡെസ്കും സെറ്റ് ചെയ്തിട്ട് പിന്നെ ബാക്കിലേക്ക് 1-1-1 ആയിട്ടാണോ മാം? ആയിട്ട് ബാക്കിലേക്ക് അറേഞ്ച് ചെയ്യാം. പിന്നെ ഏത് ലെറ്ററിൽ നമുക്ക് അറേഞ്ച് ചെയ്യാൻ പറ്റും ആൽഫബറ്റ്സില്? ആലോചിച്ച് നോക്കി. 26 അക്ഷരങ്ങൾ ഉണ്ട് നമുക്ക്. 26 അക്ഷരങ്ങളില് ഏതൊക്കെ അറേഞ്ച് ചെയ്യാൻ പറ്റും? എൽ പറ്റും മാം. എല്ലാം ഓൾറെഡി പറ്റും. ടി പറ്റും. എസ് പറ്റോ? സി പറ്റുമോ? സി പറ്റുമോ? സി ആണോ? സി പറ്റും. യെസ്, സി നമുക്ക് ഇവിടെ ഒരു വേറൊരു ഷേപ്പിൽ പറയാം അല്ലെ? സി വരുമ്പോഴോ എൻ പറ്റും, എം പറ്റും. എ വരുമ്പോ ടീച്ചർ സെന്ററിൽ പറയും അല്ലെ? പിന്നെ ഏത് ലെറ്റർ ആണ്? ഒട്ടും പറ്റാത്തൊരു ലെറ്റർ ഏതാണ്? എസ് പറ്റില്ലല്ലോ. എസ് പറ്റില്ല അല്ലെ? വി പറ്റുമോ? വി പറ്റുമല്ലോ. വി യു സി ഒക്കെ ഏകദേശം ഒരു ഷേപ്സ് അല്ലേ വരുന്നത്? വി യു സി ഒക്കെ വരുമ്പോ. പിന്നെ സെഡ് പറ്റുമോ? ഡബ്ല്യു പറ്റുമോ? നമുക്ക് ഡബ്ല്യു ഷേപ്സ് അറേഞ്ച് ചെയ്യാൻ പറ്റുമോ? പറ്റുമല്ലോ അല്ലേ? പറ്റും, അറേഞ്ച് ചെയ്യാൻ പറ്റും. 10 കുട്ടികളൊക്കെ ഉള്ള ക്ലാസ് ആണെങ്കിൽ മാം ഇതൊക്കെ ചെയ്യാം അല്ലേ? പക്ഷെങ്കിൽ സ്ട്രെങ്ത് കൂടുമ്പോഴല്ലേ നമുക്കിത് ചെയ്യാൻ ബുദ്ധിമുട്ട്. പറ്റില്ല. നമുക്ക് ബി ചെയ്യാൻ പറ്റുമെന്ന് ആലോചിച്ച് നോക്കിയേ. ബി പറ്റില്ല. ബി പറ്റില്ല. ഈ ഒരു പോർഷൻ വേണമെങ്കിൽ നമുക്ക് ചെയ്യാം അല്ലെ? ഒരു പോർഷൻ, ബാക്കിയുള്ള പോർഷൻ വേറെ എന്തെങ്കിലും ഷേപ്സ് കൊണ്ടുവരേണ്ടി വരും. യു പറ്റും. യു പറ്റുമോ എന്നല്ല, യു ഷേപ്സിന്റെ കാര്യമല്ലേ നമ്മൾ പഠിച്ചത്. യു പറ്റും കേട്ടോ ഗിർഷ. യുവും ബിയും ഓൾമോസ്റ്റ് സെയിം ആയിരിക്കും. ഇത്രയും ഷേപ്സ് പറഞ്ഞു തന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? പ്രാക്ടിക്കലി ചെയ്ത് നോക്കുക കേട്ടോ. അത് നിങ്ങൾക്ക് ഒരു ഫ്രീ ടൈം ഒക്കെ കിട്ടുന്ന സമയത്ത് ചെയ്യുന്ന പാട് ഇത് സീറ്റിംഗ് അറേഞ്ച്മെന്റ്സ് ചെയ്യാന്ന് പറഞ്ഞ കുട്ടികളൊക്കെ വലിച്ചു വാരി നിന്നൊന്നും ചെയ്യരുത് കേട്ടോ. എക്സ് പറ്റില്ലല്ലോ. എക്സ് പറ്റില്ല എന്ന് പറയാൻ പറ്റില്ല. പറ്റും. സെഡ് പറ്റൂലേ? എക്സ് ഒക്കെ പറ്റും. പക്ഷേ ടീച്ചറിന്റെ പൊസിഷൻ വരുമ്പോ അല്ലെങ്കിൽ ബോർഡ് പൊസിഷൻ ഒക്കെ വരുമ്പോ നമുക്ക് കുട്ടികൾക്ക് അത് ഇരുത്താൻ ബുദ്ധിമുട്ടാവും. നോക്കാം, നിങ്ങൾ ചെയ്ത് നോക്കുക പ്രാക്ടിക്കലി. ഇപ്പൊ ഏത് ഷേപ്സിലാണ് അറേഞ്ച് ചെയ്യാൻ പറ്റുന്നത്? അതൊരു വെറൈറ്റി ആയിരിക്കില്ലേ? ക്ലാസ് റൂം ആൽഫബറ്റിക് ഓർഡറിൽ ഇരുത്താൻ പറ്റുന്നത് അല്ലെങ്കിൽ ആൽഫബറ്റിക് ലെറ്റേഴ്സ് ഷേപ്സിൽ ഇരുത്താൻ പറ്റുന്നത് ഒരു വെറൈറ്റി ആണ്. ഓക്കെ, നമ്മൾ എല്ലാ ലെറ്റേഴ്സും പറഞ്ഞോ. ഇനി ഏതാ പറയുന്നത്? ആറ് പറ്റത്തില്ലല്ലോ. ആറ് പറ്റത്തില്ല. ആറ് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്. വൈ പറഞ്ഞില്ലല്ലോ നിങ്ങള്. വൈ പറ്റും അല്ലെ? വൈ പറ്റും. എച്ച് പറ്റുമല്ലോ. പറ്റൂലേ? യെസ്, കെ പറ്റും. പക്ഷെ കെ വരുമ്പോ നമ്മുടെ ആറ് വരുന്ന പോലെ ഒരു
അവിടെ ഒരു എഡ്ജ് വരുന്നില്ല അറ്റത്ത്, കുഞ്ഞിപ്പ് വരുന്ന സമയത്ത് അറേഞ്ച് ചെയ്യുന്നത് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. വാട്ടർ വ്യത്യാസം. അപ്പൊ നമുക്ക് ഇപ്പൊ മനസ്സിലായി ഏതൊക്കെ ഷേപ്സിൽ ക്ലാസ് അറേഞ്ച് ചെയ്യാൻ പറ്റുമെന്ന്. പക്ഷെ പ്രാക്ടിക്കലി ഇത് ചെയ്യുമ്പോ എത്രത്തോളം നിങ്ങൾ അത് ചെയ്യുന്ന പോലെ ഇരിക്കും കേട്ടോ. ഓക്കെ, പറ്റില്ലല്ലോ. എന്താ ക്യൂ പറ്റുമോ? ക്യൂ പറ്റില്ല, ക്യൂ പറ്റില്ല. ഇനി നിങ്ങൾ നോക്കി ആൽഫബറ്റ്സ് അല്ലാതെ നമ്മുടെ നമ്പേഴ്സിന്റെ അടിസ്ഥാനത്തിൽ എഴുതാൻ പറ്റും നമുക്ക്. നമ്പേഴ്സ് ഇപ്പൊ 1 to 10 മുതലുള്ള നമ്പറിലെ ഏത് നമ്പറിൽ നമുക്ക് ക്ലാസ് അറേഞ്ച് ചെയ്യാൻ പറ്റും? 7 പറ്റില്ലേ? 7. യെസ്, വെരി ഗുഡ്. 7 പറ്റും. പിന്നെ 0. യെസ്, 0. പിന്നെ ഏതാണ്? 4. 4 പറ്റും. 5 പറ്റോ? 3 പറ്റും. കഴിഞ്ഞോ? 5 പറ്റൂലേ മാം? 5 പറ്റും, 6 പറ്റും, 9 പറ്റോ? 10 പറ്റും. ഇത് പറയുമ്പോ ഒന്ന് ക്ലാസ് അറേഞ്ച് ചെയ്തിട്ട് ആലോചിച്ച് പറയണം കേട്ടോ. പെട്ടെന്ന് വെറുതെ നമ്പേഴ്സ് പറയരുത്. മാം LKG ഈ ചെയർ പോലത്തെ സാധനം ഓൾമോസ്റ്റ് എല്ലാ ലെറ്റേഴ്സും ചെയ്യാൻ പറ്റും. ചെയർ പോലെയാണ്. ചേരാണെങ്കിൽ നമുക്ക് പറ്റും. ഓക്കെ, ക്ലാസ് റൂമിന്റെ സ്പേസ് നോക്കേണ്ടത്. സ്പേസും പിന്നെ കുട്ടികൾ അധികം സ്ട്രെങ്ത് ഇല്ലെങ്കിൽ നമുക്ക് ഏകദേശം ഒരു 20 സ്റ്റുഡൻസ് അത്ര 20 സ്റ്റുഡൻസ് എങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ഏത് ഷേപ്സ് വേണമെങ്കിൽ 25 മാക്സിമം 30 പേരുണ്ടെങ്കിൽ നമുക്ക് ഏത് ഷേപ്സ് വേണമെങ്കിലും അറേഞ്ച് ചെയ്യാൻ പറ്റും. ഓക്കെ, യെസ്. ഇപ്പൊ എന്തെങ്കിലും ആയിക്കോട്ടെ. അപ്പൊ ഏത് ഷേപ്സ് വേണമെങ്കിലും നിങ്ങൾ അറേഞ്ച് ചെയ്തോളാം. അത് നിങ്ങളുടെ ഇഷ്ടമാണ്. നിങ്ങളുടെ ക്ലാസ് നിങ്ങളുടെ ഇഷ്ടമാണ്. നിങ്ങളുടെ പീരീഡ് നിങ്ങളുടെ ക്ലാസ് ആണ് അല്ലെ. അവിടെ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം. എന്ത് വേണമെങ്കിൽ മീൻസ് മാന്യമായത് എന്ത് ചെയ്യാം അല്ലെ. അറേഞ്ച് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണോട്ടോ. ക്ലാസ് ഇങ്ങനെ അറേഞ്ച് ചെയ്യുന്ന സമയത്ത് കുട്ടികൾ ചിലപ്പോ നമുക്കറിയാലോ ഡെസ്ക് പറ്റൊക്കെ കൈകാര്യം ചെയ്യുന്നത് കുറച്ച് അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചിട്ട് വേണം. നിങ്ങൾ ചെയ്യുമെന്ന് അറിയെങ്കിലും പറഞ്ഞാണ് പെട്ടെന്ന് അറേഞ്ച് ചെയ്യുമ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കാം. അല്ലെങ്കിൽ അവരുടെ നിർദ്ദേശം എടുത്തിട്ട് വേണം. അതിന് പ്രിൻസിപ്പളോട് ചോദിക്കും ഞാൻ ക്ലാസ് ഇങ്ങനെ അറേഞ്ച് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് വേണം ചെയ്യാനായിട്ട്. പെർമിഷൻ എടുക്കാണ്ടൊന്നും ചെയ്യണ്ട കേട്ടോ. അല്ലെങ്കിൽ അത്രക്ക് നിങ്ങൾ ഫീൽ ഫ്രീ ആയിട്ട് വർക്ക് ചെയ്യുന്ന സ്കൂളാണെങ്കിൽ കുഴപ്പമില്ല. എങ്കിലും നിങ്ങൾ ഒരു പെർമിഷൻ എടുക്കുന്നത് നല്ലതായിരിക്കും. ഇൻ കേസ് നമുക്ക് പറയാൻ പറ്റില്ല എപ്പോഴാണ് എന്തൊക്കെയാ സംഭവിക്കുന്നത് ഒന്നും പറയാൻ പറ്റില്ല അല്ലെ. ചില കുട്ടികൾ നമ്മൾ എടുത്ത് മാറ്റുന്ന സമയത്ത് നമ്മൾ പറയാതെ തന്നെ ഏതെങ്കിലും കുഞ്ഞുങ്ങൾ ഡെസ്ക് എടുത്ത് മാറ്റി കാലിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ പണി പാടും അല്ലേ. അങ്ങനത്തെ അത് ചോദിക്കാൻ വിട്ടുപോയി. ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്ന സിറ്റുവേഷൻസ് വന്നിരുന്നോ നിങ്ങൾക്ക് കുട്ടികളെ? ഒരു കാര്യം പറഞ്ഞു തന്നിട്ടില്ല. ആർക്കും വന്നില്ല? ഭാഗ്യം. കേൾക്കുന്നില്ല നിങ്ങള്? സ്കൂളിൽ പോയ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകേണ്ടതായിട്ട് വന്നില്ല മിസ്സേ. പക്ഷെ ഞാൻ പഠിപ്പിക്കുന്ന ക്ലാസ്സിൽ ഇവാൻ എന്ന് പറഞ്ഞൊരു മോനുണ്ട്. ആ ടീച്ചർ നല്ല ഫ്രണ്ട്ലിയാ. രാജി എന്ന് പറഞ്ഞ ടീച്ചർ. കുഞ്ഞുങ്ങൾക്ക് നല്ല സ്വാതന്ത്ര്യമാണ് ക്ലാസ്സിൽ. പഠിച്ചുകൊണ്ടിരിക്കുവാണേലും ഇടയ്ക്ക് എണീറ്റ് ഓടുകയും ചാടുകയും ഒക്കെ ചെയ്യും അവര്. ടീച്ചർ അവരെ എന്നാ അടിക്കത്തും വഴക്ക് പറയത്തൊന്നുമില്ല. പക്ഷെ ടീച്ചർ പറഞ്ഞ അവരനുസരിക്കും അങ്ങനെ. പക്ഷെ ഈ കുഞ്ഞുങ്ങൾ തമ്മിലെ ടൈൽസ് ഇട്ടേക്കുമല്ലോ. ഇപ്പൊ എല്ലാ സ്കൂളും ടൈൽസ് ഒക്കെ ഇട്ടതല്ലേ. അപ്പൊ ഈ ടൈൽസിൽ ഇങ്ങനെ തെന്നിപ്പോട്ട് അതിന്റെ ചുണ്ട് ചെന്ന് ബെഞ്ചിലിടിച്ച് അങ്ങനെ മുറിഞ്ഞ് രക്തം വരുന്ന കണ്ടപ്പോ എനിക്കങ്ങ് തല കറങ്ങിപ്പോയി. ഞാൻ ആ ഇരുന്ന കസേരയിൽ തന്നെ അങ്ങ് ഇരുന്ന് കുറച്ചു നേരം. അതുപോലെ അങ്ങ് രക്തം വന്ന അതിന്റെ ചുണ്ടീന്ന്. ഉച്ച സമയമായിരുന്നു. പിന്നെ സ്കൂളിൽ ഫസ്റ്റ് എയ്ഡ് കിറ്റ് ഉണ്ടല്ലോ. ഉടനെ തന്നെ മുറിവ് കഴുകി ഞങ്ങൾ കൊണ്ടുപോയി മരുന്നൊക്കെ വെച്ച് റെഡിയാക്കി അതിന്റെ അച്ഛനെയും അമ്മയും വിളിച്ച് അവര് വന്ന് പിന്നെ കൊണ്ടുപോകുമായിരുന്നു. ഞങ്ങളും കൂടെ ഹോസ്പിറ്റലിലോട്ട് ചെല്ലണോ ചോദിച്ചപ്പോ അവര് പറഞ്ഞു വേണ്ട, ഹോസ്പിറ്റലിൽ പോവേണ്ട വിഷയമില്ല. പക്ഷെ ചുണ്ട് കട്ടി കുറഞ്ഞ ഭാഗം ആയതുകൊണ്ടേ ശരിക്കും അങ്ങ് മുറിഞ്ഞ്. പിന്നെ അതിന്റെ അച്ഛനും അമ്മയും വന്ന് അതിനെ കൊണ്ടുപോയി. ഞാൻ വേറൊരു കാര്യം പറയട്ടെ. നമുക്ക് ഇതുപോലത്തെ സിറ്റുവേഷൻസ് നിങ്ങൾക്ക് വരും കേട്ടോ. നമ്മള് ഞാൻ കണ്ട സിറ്റുവേഷൻ എന്ന് വെച്ചാല് സ്കൂൾ വിട്ടുന്ന സമയത്ത് ഇവര് ബെല്ലടിച്ചു കഴിഞ്ഞാൽ ലോങ് ബെല്ല് അടിച്ചു കഴിഞ്ഞാൽ എല്ലാ കുട്ടികളും പെട്ടെന്ന് ഓടും. നമ്മൾ എത്രയൊക്കെ കൺട്രോൾ ചെയ്താലും ഹൈസ്കൂളിലുള്ള കുട്ടികളൊന്നും പറഞ്ഞാൽ കേൾക്കില്ല അല്ലെ. ഓടിയിട്ട് ഒരു കുട്ടി തട്ടി വീണ് മറഞ്ഞു. ഒരു കുട്ടി തള്ളിയിട്ടതാണ്. പക്ഷെ കുട്ടി എഴുന്നേറ്റ് കുട്ടിയുടെ കൈ വളഞ്ഞിരിക്കാന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് എല്ലാം അങ്ങ് വളഞ്ഞു. ഇത്ര പെട്ടെന്ന് നീര് വന്നു. കൈ ഫുള്ളായിട്ട് വളഞ്ഞു പോയി. ആ സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ എത്രയും പെട്ടെന്ന് കുട്ടി ഹോസ്പിറ്റലിൽ എത്തിക്കാനാണ് നമ്മൾ നോക്കേണ്ടത്. അപ്പൊ നിങ്ങളോട് ഇപ്പൊ ഒരു കാര്യം പറയാന്ന് വെച്ചാല് പാരന്റ്സിനെ നമ്മൾ അറിയിക്കാം. പാരന്റ്സിനെ അറിയിച്ചിട്ട് നമ്മൾ ശരിക്കും പറഞ്ഞാൽ സ്കൂളുകാര് കുട്ടിയെ ആദ്യം ഹോസ്പിറ്റലിൽ എത്തിക്കണം.
പാരന്റ്സ് അവിടെ എത്തിക്കോളൂ. ഒരിക്കലും നമ്മളത് ചെയ്യരുത് കേട്ടോ. പല സ്കൂളുകൾ അങ്ങനെ പല ഇതിൽ കണ്ടിട്ടുണ്ട്. പാരന്റ്സ് വന്ന് കൊണ്ടുപോട്ടെ എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡ് നമുക്ക് ഉണ്ടാവരുത്. നമ്മൾ ആദ്യം കൊണ്ടുപോവാം. കാരണം നമ്മളുടെ കയ്യിൽ അവർ സുരക്ഷിതമായിട്ട് ഏൽപ്പിച്ചു പോയ കുട്ടികളാണ്. അപ്പൊ അങ്ങനെ ഒരു ഹോസ്പിറ്റൽ കേസ് വന്നാൽ നമ്മൾ ആദ്യം ടീച്ചേഴ്സ് തന്നെയായിരിക്കണം ഹോസ്പിറ്റലിലേക്ക് എത്തിക്കേണ്ടത്. പാരന്റ്സിനെ അറിയിച്ചിട്ട് ഹോസ്പിറ്റലിലേക്ക് എത്താനായിട്ട് പറഞ്ഞാൽ മതി കേട്ടോ. അങ്ങനെയായിരിക്കണം നിങ്ങൾ എല്ലാവരും ചെയ്യേണ്ടത്. ഇപ്പൊ ചില നിങ്ങൾ ആദ്യം പോയ സ്കൂളിലാണെങ്കിൽ അവര് പെർമിഷൻ ഒന്ന് ചോദിക്കുക. പക്ഷെ നിങ്ങളൊരു നല്ലൊരു ടീച്ചറായിട്ട് വർക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഒരിക്കലും പാരന്റ്സ് വന്നിട്ട് കുട്ടിയെ കൊണ്ടുപോകുന്ന സിറ്റുവേഷൻസിൽ ഒരിക്കലും ഇരിക്കരുത് കേട്ടോ. കാര്യം പറഞ്ഞാൽ മനസ്സിലായില്ലേ? അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ചിട്ട് നിങ്ങളുടെ കുട്ടികൾക്ക് പറ്റിയാലും നിങ്ങൾ പറയില്ലേ ടീച്ചേഴ്സിനെ ഒന്ന് കൊണ്ടുപോകാറ്, ഞങ്ങൾ വരണ വരെ ക്ലാസ് റൂമിൽ അവിടെ ഇരുത്തി എന്ന് പറയും അല്ലെ? അങ്ങനെ പറയില്ലേ? നമുക്കതൊരു വിഷമമല്ല. എത്രയും പെട്ടെന്ന് ചികിത്സ കൊടുക്കാനേ നമ്മൾ നോക്കുകയുള്ളൂ. അപ്പൊ ആ കുട്ടിയെ സംബന്ധിച്ചും ഞങ്ങൾ അപ്പൊ തന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അവിടെ പാരന്റ്സ് വന്നു, പക്ഷെ ആൾക്ക് സർജറി ചെയ്യേണ്ടി വന്നു. നമ്മൾ എത്രയും പെട്ടെന്ന് എത്തിച്ചു. ഇപ്പൊ ഡോക്ടർ പറഞ്ഞു എത്രയും പെട്ടെന്ന് എത്തിച്ചുകൊണ്ട് അധികം ബുദ്ധിമുട്ടുകൾ വന്നില്ലെങ്കിലും അല്ലെങ്കിൽ കോംപ്ലിക്കേറ്റഡ് ആയാണെന്ന് ഒരാൾ ഇരിക്കുന്തോറും കോംപ്ലിക്കേഷൻ ആയി. നീര് വന്നു കഴിഞ്ഞാൽ സർജറി ചെയ്യുന്നതിന് കുറച്ച് ബുദ്ധിമുട്ടുണ്ടെന്ന് പറഞ്ഞു. ഓക്കെ, അപ്പൊ അങ്ങനത്തെ സിറ്റുവേഷൻസ് വരാം. കുട്ടികൾ തലകറങ്ങി വീഴാം. അപ്പൊ ഒക്കെ അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്കൊന്ന് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നതാണ് അല്ലെ? ഇപ്പൊ നിങ്ങൾ അസംബ്ലിക്ക് നിൽക്കുന്ന സമയത്ത് തലകറങ്ങി വീഴാറുണ്ട്. പിന്നെന്താണ് ചില കുട്ടികൾ ഇപ്പോഴത്തെ ഒരു കാലാവസ്ഥയൊക്കെ അനുസരിച്ച് ഇപ്പൊ ചൂട് കൂടിയ ഒരു സമയത്ത് ചില കുട്ടികൾ ഫിക്സ് തന്നെ കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള കുട്ടികളും അങ്ങനത്തെ സിറ്റുവേഷൻ ഒക്കെ ഹാൻഡിൽ ചെയ്യേണ്ടി വരും കേട്ടോ. നിങ്ങൾക്ക് എല്ലാ സിറ്റുവേഷനും ഹാൻഡിൽ ചെയ്യും. ചിലപ്പോ നന്നായിട്ട് വീണ് തലയും കയ്യിലൊക്കെ പൊട്ടിയിട്ട് ഇതൊക്കെ കാണേണ്ടി വരും. ഇപ്പൊ അഖില പറഞ്ഞാൽ അഖിലൊക്കെ ചിലപ്പോ ചോര കണ്ടിട്ടായിരിക്കുള്ളൂ ലോ ആയത് ബി പി അല്ലേ? അതെ അതെ മിസ്സേ, ഞാനങ്ങ് തല കറങ്ങിപ്പോയി എനിക്ക്. പക്ഷെ കുഞ്ഞിന് കൊച്ചൊരു മുറിവേ ഉള്ളൂ. പക്ഷെ ഈ ചുണ്ടായതുകൊണ്ടേ ശരിക്കും രക്തം വന്നു. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് നിങ്ങൾ അങ്ങനത്തെ സിറ്റുവേഷൻസ് കൂടി ഹാൻഡിൽ ചെയ്യേണ്ടി വരും. സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള സിറ്റുവേഷൻസ് ഉണ്ടാവാം. ഇൻ കേസ് ഇപ്പൊ കുട്ടികൾ വീഴ മാത്രമല്ല മറ്റെന്തെങ്കിലും പ്രശ്നങ്ങളും ക്ലാസ് മുറികളിൽ വരാം അല്ലെ? കുട്ടികൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നം അല്ലെങ്കിൽ പാരന്റ്സ് വന്നിട്ട് എന്തെങ്കിലും പ്രശ്നം ഇതൊക്കെ ഉണ്ടാവും. ഇതൊക്കെ ഹാൻഡിൽ ചെയ്യേണ്ടി വരും. ഇപ്പൊ നമ്മളെ ശരിക്കും പറഞ്ഞാൽ ടീച്ചേഴ്സിനെ സംബന്ധിച്ചിടത്തോളം നമ്മളെ എല്ലാ മേഖലയിലും അത്യാവശ്യം ബോധമാണ്. ഇപ്പൊ നമ്മൾ പറഞ്ഞില്ലേ ഇപ്പൊ വീണ് കഴിഞ്ഞാൽ അപ്പൊ തന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന് ഫസ്റ്റ് എയ്ഡ് കൊടുക്കാനായിട്ട് നമുക്ക് പറ്റണം. ആ സമയത്തൊക്കെ ശരിക്കും ടെൻഷനുള്ള ഒരു സമയമാണ്. പക്ഷെ നിങ്ങൾക്ക് അതൊക്കെ ഹാൻഡിൽ ചെയ്യാൻ പറ്റണം. അതാണ് ഒരു ടീച്ചർ എന്ന് പറയുന്നത്. ആ ഒരു സമയത്ത് നമ്മുടെ ബാക്കി കുട്ടികളുണ്ട്, അവരാരെങ്കിലും അറേഞ്ച് ചെയ്ത് വെച്ചിട്ട് വേണം നമ്മള് അവരോട് ഹോസ്പിറ്റലിൽ പോകാനായിട്ട്. അങ്ങനെ ഒരുപാട് ഉത്തരവാദിത്തങ്ങള് സ്കൂളിനകത്ത് ഇപ്പൊ പോയവർക്ക് അറിയാൻ പറ്റും ടീച്ചേഴ്സ് എന്തുമാത്രം അവിടെ കിടന്ന് കഷ്ടപ്പെടുന്നുണ്ടെന്ന്. കുറെ പേർക്ക് അത് വേറെ ഡ്യൂട്ടീസ് ഉണ്ട്. നമ്മളിപ്പോ പഠിച്ച പോലെ ഓഫീസ് മാനേജ്മെന്റ്, സ്കൂൾ മാനേജ്മെന്റ് എന്നൊക്കെ പറഞ്ഞ ഒരുപാട് കാര്യങ്ങളുണ്ട്. പുറമെ കാണുന്നവർക്ക് തോന്നും ടീച്ചർമാർക്ക് പോയി പഠിപ്പിച്ചാൽ മതി എന്നുള്ളൊരു ആൾക്കാരുണ്ട്. അങ്ങനെ ചിന്തിക്കുന്നവരുണ്ട് അല്ലെ? നമ്മളോട് തന്നെ പറയാവുന്നത് ടീച്ചർമാർക്ക് സുഖമല്ലേ എന്നല്ലേ പറയുള്ളൂ. പക്ഷെ എന്തുമാത്രം റിസ്ക്കും എന്തുമാത്രം ബുദ്ധിമുട്ടുകൾ സഹിക്കണം കുട്ടികളൊന്നും നോക്കണം. പ്രത്യേകിച്ച് നമ്മുടെ കുഞ്ഞു കുട്ടികളെ ഹാൻഡിൽ ചെയ്യുന്നത് നല്ല ഡിഫിക്കൽട്ട് ആയിട്ടുള്ള കാര്യമാണ്. ഓക്കെ, അപ്പൊ ഇവർ തമ്മിൽ അടികൂടിയുള്ള മാം ഏറ്റവും പ്രശ്നം. പാരന്റ്സ് പറയും ആ കുട്ടിയാണ് അടിച്ചത്, മറ്റേ പാരന്റ്സ് പറയും ഈ കുട്ടിയാണ് പഠിച്ചത്. ഞാൻ പോയ സമയത്ത് ആ LKG ടീച്ചർ അവിടുത്തെ ടീച്ചർ കഷ്ടപ്പെടുന്നുണ്ടായിരുന്നു. ഒരാള് നല്ലോണം സ്ക്രാച്ച് കാണായിരുന്നു മുഖത്ത് കുട്ടീന്റെ. അപ്പൊ വീട്ടിൽ പോയി അവർ വന്ന് കംപ്ലൈന്റ് ചെയ്ത് ഭയങ്കര പ്രശ്നം കണ്ടായിരുന്നു അവിടെ. ക്ലാസ്സിൽ പോകുമ്പോ ശരിക്കും കുട്ടികളെ ശ്രദ്ധിക്കണം കേട്ടോ. ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള ഒരു പരിപാടിയല്ല അത്. കാരണം ഇവരുടെ സ്വഭാവം എന്ന് പറയുന്നത് നമുക്കറിയാലോ. പ്രത്യേകിച്ച് നമ്മള് ക്ലാസ്സിലിരിക്കുന്ന സമയത്ത് കുഴപ്പമില്ല, അല്ലാതെ ഇന്റർവൽ ടൈമിലൊക്കെ നിങ്ങൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ വാഷ്റൂമിൽ പോകുന്ന സമയത്ത്, അല്ലെങ്കിൽ കുട്ടികളെ പുറത്തിറങ്ങുന്നത് എപ്പോഴാണോ സിറ്റുവേഷൻ, അല്ലെങ്കിൽ നിങ്ങൾ ക്ലാസ് റൂമിൽ ഇല്ല എന്ന സിറ്റുവേഷൻസിൽ അവർ എന്തെങ്കിലും ഒപ്പിക്കും. അപ്പൊ അത് ഭയങ്കര കാര്യമായിട്ട് തന്നെ എടുക്കണം. ഏറ്റവും എന്ത് വന്നാലും നമ്മുടെ തലയിൽ വരുള്ളൂ, അത് ആലോചിച്ചാൽ മതി കേട്ടാ. ഒക്കെ ടീച്ചർ എന്താ പറയുന്നത് മാം വെച്ചാല്, ഞാൻ എവിടെയും പോയിട്ടില്ല, ഒന്ന് തിരിഞ്ഞ് ഇങ്ങോട്ടേക്ക് തിരിഞ്ഞപ്പോഴേക്ക് അവരെ അടികൂടി സ്ക്രാച്ച് വീണു, എന്നിട്ട് പാരന്റ്സ് കംപ്ലൈന്റ് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. കംപ്ലൈന്റ് വരും, പിന്നെ നമ്മളെ പാരന്റ്സ് ചീത്ത പറയും, HM ടീച്ചറും ബാക്കിയുള്ള ടീച്ചേഴ്സ് ചീത്ത പറയും, ഒക്കെ കേൾക്കേണ്ടി വരും. എല്ലാ പ്രശ്നങ്ങളും ഉണ്ടാവും. വീട്ടിലുണ്ടാക്കുന്ന പ്രശ്നങ്ങളെ കൂടുതൽ ചിലപ്പോൾ സ്കൂളിൽ ഉണ്ടാവും കേട്ടോ. അതൊക്കെ പ്രതീക്ഷിച്ച് പോയാൽ മതി. കാര്യമായിട്ട് പറഞ്ഞാണ്, കാര്യമായിട്ട് പറഞ്ഞാണ്. ഞാൻ എന്റെ എക്സ്പീരിയൻസ് കൊണ്ട് പറഞ്ഞാണ്. നിങ്ങൾക്ക് അതേപോലെ തന്നെ ഉണ്ടാവും. നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല ഒരു കാര്യം. ഇന്ന് എന്ത് സംഭവിക്കും, നാളെ എന്ത് സംഭവിക്കും. ഇപ്പൊ ഒരാഴ്ച നല്ല സ്മൂത്ത് ആയിട്ട് ക്ലാസ് പോയി അടുത്ത വീക്കില് നമുക്ക് നന്നായിട്ട് എടുക്കാൻ പറ്റിയെന്ന് വരില്ല. മൊത്തം പ്രശ്നങ്ങളായിരിക്കുള്ളൂ. അതങ്ങനെയാണ് ലൈഫല്ലേ, ഇങ്ങനെ അപ്പ് ആൻഡ് ഡൗൺസ് ആയിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അപ്പൊ നമ്മളെപ്പോഴും അതാണ് ടീച്ചേഴ്സ് എപ്പോഴും ഭയങ്കര വിജിലന്റ് ആയിട്ടിരിക്കണം. കുട്ടികളെ പ്രത്യേകം ശ്രദ്ധിക്കുക. പാരന്റ്സ് നമ്മളെ ഏൽപ്പിച്ചിട്ടാണ് പോയിരിക്കുന്നത്. അപ്പൊ ആ ഒരു ചിന്തയും കൂടി നമ്മുടെ മനസ്സിൽ ഉണ്ടായിരിക്കണം. നമ്മുടെ ഓരോ കുട്ടികളെ അങ്ങനെയല്ലേ വിട്ടിരിക്കുന്നത്, സ്കൂളിൽ ഏൽപ്പിച്ചിരിക്കുന്ന ആ ഒരു
ആ ഒരു വിശ്വാസം കൊണ്ടല്ലേ നമ്മൾ നമ്മുടെ കുട്ടികളെ കണ്ടിരിക്കുന്നത്. അതേപോലത്തെ ഒരു ഉത്തരവാദിത്വം നിങ്ങൾക്കും വരികയാണ് അല്ലെ. നിങ്ങൾ ഒരു 50 സ്റ്റുഡൻസിൽ ഒരു 40 സ്റ്റുഡൻസിനെ നോക്കേണ്ട ഒരു സിറ്റുവേഷൻസ് വരും. ഓക്കെ, അപ്പൊ അത് നല്ല ഭംഗിയായിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റണം. എപ്പോഴും കെയർഫുൾ ആയിരിക്കും, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. കാര്യമായിട്ട് പറയുന്നതാണ്, ഇപ്പോഴത്തെ കുട്ടികളുടെ സ്വഭാവം വെച്ചിട്ട് പറയുകയാണ്, സൂക്ഷിക്കണം കേട്ടോ. യെസ്, പേടിക്കൊന്നും വേണ്ട, നിങ്ങളും പിള്ളേരെയൊക്കെ നോക്കുന്നല്ലേ, നിങ്ങൾക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. പക്ഷെ നമ്മൾ എപ്പോഴും ഒന്ന് കെയർഫുൾ ആയിരിക്കും. നമ്മള് എന്താ പറഞ്ഞത്, ഷേപ്സ് പറഞ്ഞു അല്ലെ, സീറ്റ് അറേഞ്ച്മെന്റിന് ഷേപ്സ് പറഞ്ഞു. ഇനി for each student 3 into 2 is equal to 6 square feet is required. 3 into 2 is equal to 6 square feet is required. അതായത് ഒരു ക്ലാസ് റൂമിന്റെ സ്ക്വയർ ഫീറ്റ് എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കണം? ഇതൊരു മൊത്തം കാൽക്കുലേഷൻ നമ്മൾ എടുക്കുകയാണെങ്കിൽ, ഒരു ക്ലാസ് റൂം സ്ട്രക്ചറിന്റെ കാൽക്കുലേഷൻ 100 സ്ക്വയർ ഫീറ്റ് ആണെങ്കിൽ ഇതാണ് കോമൺ ആയിട്ട് ഒരു ക്ലാസ് റൂമിൽ വരുന്നത്. 100 സ്ക്വയർ ഫീറ്റ് എന്ന് പറയുമ്പോൾ അതിൽ കുറെ സ്പേസസുകൾ നമ്മൾ ഡിവൈഡ് ചെയ്യുന്നുണ്ട്. എങ്ങനെയാണ് അത് ഡിവൈഡ് ചെയ്യുന്നത്? ടീച്ചർ മൂവ്മെന്റിന് ഒരു സ്പേസ്, സ്റ്റുഡൻസ് മൂവ്മെന്റിന് ഒരു സ്പേസ്, നമ്മുടെ റാക്ക്, സ്കൂള് ക്ലാസ് റൂമിൽ വെക്കുന്ന റാക്ക് ഉണ്ടെങ്കിൽ അത് വെക്കുന്നതിനുള്ള ഒരു സ്പേസ് ഉണ്ടായിരിക്കും. അപ്പൊ നോക്കൂ, ടീച്ചർ മൂവ്മെന്റിന് ഇപ്പൊ 100 സ്ക്വയർ ഫീറ്റ് ആണ് ടോട്ടൽ എങ്കിൽ, ടീച്ചർ മൂവ്മെന്റ് എത്ര സ്ക്വയർ ഫീറ്റ് ആണ്? 40 സ്ക്വയർ ഫീറ്റ് ആണ്. ടീച്ചർ മൂവ്മെന്റ്സ് ചെയ്യാനായിട്ട് 40 സ്ക്വയർ ഫീറ്റ് സ്പേസും, സ്റ്റുഡന്റ് മൂവ്മെന്റിനോ 40 അല്ലെ, 40 സ്ക്വയർ ഫീറ്റ് തന്നെയാണ് സ്റ്റുഡന്റ് മൂവ്മെന്റ്സ്. റാക്ക് സ്പേസ് വെക്കാനായിട്ട് എത്ര സ്ക്വയർ ഫീറ്റ് നമ്മൾ എടുക്കുന്നുണ്ട്? 100 പറയുന്നത് കേട്ടോ. സ്ക്വയർ ഫീറ്റ് എടുക്കുന്നുണ്ട് റാക്ക് സ്പേസിന് വേണ്ടിയിട്ട് 20 സ്ക്വയർ ഫീറ്റ്. അങ്ങനെയാണ് നമ്മൾ ആ 100ന്റെ കാൽക്കുലേഷൻസ് വരുന്നത് കേട്ടോ. അപ്പൊ ഒരു ക്ലാസ് റൂമിന്റെ ബേസിക് സ്ട്രക്ചർ സ്ക്വയർ ഫീറ്റ് എന്ന് പറയുന്നത് 100 ആണ്. അപ്പൊ പല സ്കൂളിനനുസരിച്ച് സ്ട്രക്ചർ അനുസരിച്ച് വ്യത്യാസം വരും. എങ്കിലും എന്താണ്, പിന്നെ 100 സ്ക്വയർ ഫീറ്റില് 40 സ്ക്വയർ ഫീറ്റ് ടീച്ചേഴ്സ് മൂവ്മെന്റ് സ്പേസും, 40 സ്ക്വയർ ഫീറ്റ് സ്റ്റുഡന്റ് മൂവ്മെന്റ് സ്പേസും, പിന്നെ റാക്ക് സ്പേസിന് വേണ്ടിയിട്ട് ഒരു 20 സ്ക്വയർ ഫീറ്റ്സും, അങ്ങനെയായിരിക്കും നമ്മുടെ ക്ലാസ് അറേഞ്ച്മെന്റ്സ് വരുന്നത്. പിന്നെ സ്കൂളിന്റെ വലിപ്പവും ബിൽഡിംഗ്സിന്റെ അതൊക്കെ അനുസരിച്ച് എന്താണെങ്കിലും വ്യത്യാസം വന്നേക്കാം. അപ്പൊ നമുക്കിത് പെർഫെക്റ്റ് ആയിട്ട് പഠിക്കാൻ പറ്റിയ കാര്യമല്ല, ഓരോ ക്ലാസ് റൂമും വ്യത്യാസമാണ്. എങ്കിലും നമുക്ക് ഏകദേശം ഒരു സൂചന എന്ന രീതിയിലാണ് അത് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ഇനി ഞാൻ നിങ്ങൾ അസൈൻമെന്റ് എടുത്തിട്ടുണ്ടായിരുന്നോ കുട്ടികളെ? അസൈൻമെന്റ് സോറി സെമിനാർ എടുത്തിട്ടുണ്ടായിരുന്നോ ക്ലാസ്സിൽ? ഇല്ല, എടുത്തിട്ടില്ല. സെമിനാർ എടുത്തിട്ടില്ല. ഓക്കെ, നിങ്ങൾ അടുത്ത ക്ലാസ്സിൽ, അതായത് അടുത്ത ട്യൂസ്ഡേ വരുന്ന സമയത്ത് 2 പേരെടുത്താൽ മതി. ഏതെങ്കിലും വില്ലിംഗ് ആയ 2 പേര്. ഈ സിറ്റിംഗ് അറേഞ്ച്മെന്റ്സ് സിമ്പിൾ ആണ്, എളുപ്പമാണ് കേട്ടോ. സിറ്റിംഗ് അറേഞ്ച്മെന്റ്സ് ഒരു 4 രീതിയിലുള്ള സിറ്റിംഗ് അറേഞ്ച്മെന്റ്: ഹൈറ്റ് ഓർഡറിൽ, ആൽഫബറ്റിക് ഓർഡറിൽ, അറ്റൻഡൻസ് ഓർഡർ, റാങ്കിങ് മെത്തേഡ്. ഇതൊന്നും ഒരാൾ പ്രിപ്പയർഡ് ആവുക. ആരാണ് സിറ്റിംഗ് അറേഞ്ച്മെന്റ് എടുക്കുന്നത്? ആരെടുക്കും? ഞാൻ പേര് വിളിക്കണോ അല്ലെങ്കിൽ നിങ്ങൾ വില്ലിംഗ് ആണോ? ആരെടുക്കും? അമൃതക്ക് പറ്റുമോ? അമൃത, പ്രചി? ഓക്കെ മാം. സീറ്റിംഗ് അറേഞ്ച്മെന്റ്. സിറ്റിംഗ് അറേഞ്ച്മെന്റ്സ് കേട്ടോ, സിറ്റിംഗ് അറേഞ്ച്മെന്റ്സ്. ദെൻ യൂണിഫോംസ്. യൂണിഫോംസ് ആരെടുക്കും? ആരാണ്? റഷീദയാണോ? അതെ. റഷീദ. 2 പേരും അടുത്ത ട്യൂസ്ഡേ പ്രിപ്പയർഡ് ആയിട്ട് ക്ലാസ് എടുക്കുക കേട്ടോ. പിന്നെ അവിടെ ഒരു സ്പേസ് വരുന്നുണ്ട്, ജപ്പാനീസ് ടൈപ്പ് ഓഫ് സ്പെഷ്യൽ ക്ലാസ് റൂം. അത് ഞാൻ ടീച്ചർ പറഞ്ഞുതരാം. നിങ്ങൾക്ക് കുറച്ച് നോട്ട് എഴുതാനുണ്ട് അതുമായി ബന്ധപ്പെട്ട് കേട്ടോ. അത് ഞാൻ എടുത്തോ. ഓക്കെ, യെസ്, ക്ലിയർ ആണല്ലോ. വേറെ ആരെങ്കിലും എടുക്കണോ? സെമിനാർ എടുക്കണോ? സെയിം ടോപ്പിക് തന്നെ. സെമിനാർ മീൻസ് നിങ്ങൾ അതൊന്ന് ക്ലാസ് എടുക്കാന്നേ പറയുന്നുള്ളൂ കേട്ടോ. നിങ്ങൾ അത് വലിയ കാര്യമായിട്ടൊന്നും എടുക്കണ്ട. ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾ ഫസ്റ്റത്തെ സെന്റൻസ് പാരഗ്രാഫ് വായിക്കുക. എന്താണ് സിറ്റിംഗ് അറേഞ്ച്മെന്റ് നിങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഓരോന്നും എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്താൽ മതി. PDF-ലുള്ള കണ്ടന്റ് മാത്രം മതി മാം. ആ PDF-ലുള്ളത് മാത്രം മതി, വേറെ ഒന്നും വേണ്ട കേട്ടോ. വേറെ കൂടുതൽ ആഡ് ചെയ്യുന്നുണ്ടല്ലോ? കൂടുതൽ ആഡ് ചെയ്യണോ? കൂടുതൽ ആഡ് ചെയ്യും. നിങ്ങൾക്ക് കിട്ടുന്നുണ്ടെങ്കിൽ ആഡ് ചെയ്തോ. പെട്ടെന്ന് നമ്മുടെ സമയം പോകും. ക്ലാസ് എടുക്കാനുള്ളല്ലേ. നോക്ക്, നിങ്ങൾക്ക് പറ്റുന്ന പോലെ ഇതിലുള്ള കാര്യങ്ങൾ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞു കൊടുത്താൽ മതി. അവർക്ക് വേറെ പ്രത്യേകിച്ച് ഒന്നും വേണമെന്നില്ല കേട്ടോ. ഓക്കെ, അല്ലാതെ നമുക്ക് ടോപ്പിക്സിൽ വരുന്നത് സെമിനാർ എടുക്കണം. അപ്പൊ ആ സമയത്ത് നിങ്ങൾ കുറച്ചും കൂടി കണ്ടന്റ്സുകൾ കൂട്ടിയിട്ട് ക്ലാസ് എടുത്തു കൊടുക്കണം കേട്ടോ. വേറെ ആരെന്താ ചോദിച്ചേ? റീച്ച് എന്താ ചോദിച്ചേ?
യൂണിഫോം വേണമെങ്കിൽ ഞാൻ ഒന്നും കൂടെ ചെയ്യാം. റഷീദ് ചെയ്തതിന്റെ ശേഷം. ഇപ്പൊ ഒരാളും കൂടി യൂണിഫോം എടുക്കുന്നുണ്ട്. അപ്പൊ 2 പേര്, 3 പേരല്ലേ? നിങ്ങൾക്ക് ക്ലാസ് എടുക്കാനും കൂടി ഒരു അവസരം കിട്ടുകയാണ് കേട്ടോ. ഓക്കെ, ആ ഒരു രീതിയിൽ എടുക്കാം. യെസ്, നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഇപ്പൊ ഒരു എക്സ്പീരിയൻസ് ആവല്ലോ അല്ലേ മാം? എക്സ്പീരിയൻസ് ആണ്. സെമിനാർ ഒക്കെ എടുക്കാൻ വരുന്നുണ്ട്. അത്യാവശ്യം ഇനിയുള്ള ചാപ്റ്റേഴ്സിൽ മിസ് ആ സ്ക്രീൻ ഒന്ന് സ്ക്രോൾ ചെയ്തൊന്ന് മുകളിലാക്കിയ മിസ് ഈ പാഠത്തിന്റെ തുടക്കം ഭാഗം. സ്ട്രക്ചർ ഓഫ് ദ ക്ലാസ് റൂം യൂണിറ്റ് 6. ഓക്കെ ഓക്കെ. എല്ലാ ചാപ്റ്ററിന്റെയും പേര് ഓർത്ത് വെക്കണോണ്ട് എല്ലാവരോടും കൂടിയാണ് ഞാൻ പറയുന്നത് കേട്ടോ. നമുക്ക് ശരിക്കും നമ്മൾ എക്സാം എഴുതുന്ന സമയത്ത് വൈവയുടെ സമയത്തൊക്കെ അല്ലെങ്കിൽ വിഷമിച്ചു പോകും. ചാപ്റ്ററിന്റെ പേര് ഓർത്ത് വെക്കണം കേട്ടോ. പാർട്ട് 4ലാണ് ഇതൊക്കെ വരുന്നത്. സ്കൂൾ മാനേജ്മെന്റ് തുടങ്ങി നമ്മുടെ മാൻ ആൻഡ് എൻവയോൺമെന്റ് എന്ന് വരുന്ന ചാപ്റ്റർ ഒക്കെ പാർട്ട് 4ലാണ്. പിന്നെ പാർട്ട് 2 നിങ്ങൾക്ക് അറിയാൻ പറ്റുമല്ലോ, സൈക്കോളജി പാർട്ടാണെന്നെല്ലാം, ഡെവലപ്മെന്റ് ആൻഡ് സൈക്കോളജി ആണെന്നുള്ളത്. ആ ചാപ്റ്റേഴ്സ് ഒക്കെ ഓർമ്മ ഉണ്ടാവും ഞാൻ വിചാരിക്കുന്നു. പേരുകള് ഓർഡറിൽ ആരെങ്കിലും പറയാൻ പറ്റുമോ? ഫസ്റ്റ് ചാപ്റ്റർ ഏതായിരുന്നു നമ്മുടെ പാർട്ട് 2ല്? ചൈൽഡ് ഡെവലപ്മെന്റ് ആൻഡ് സൈക്കോളജി, ചൈൽഡ് ഡെവലപ്മെന്റ് ആൻഡ് ഗ്രോത്ത്, ഫിസിക്കൽ ആൻഡ് മോട്ടോർ ഡെവലപ്മെന്റ്, സോഷ്യോ ഇമോഷണൽ ഡെവലപ്മെന്റ്, ലാംഗ്വേജ് ഡെവലപ്മെന്റ്, 6th ചാപ്റ്റർ സൈക്കോളജി, 7th ചാപ്റ്റർ എഡ്യൂക്കേഷൻ സൈക്കോളജി, 8th ചാപ്റ്റർ നീഡ്സ്, 9th ചാപ്റ്റർ ഡിഫറൻസ് മെക്കാനിസം, 10th ചാപ്റ്റർ ഇൻഡിവിജ്വൽ ഡിഫറൻസ്. ഓക്കെ, 10th ചാപ്റ്റർ എല്ലാവർക്കും ഓർമ്മയുണ്ടാവും. ഫസ്റ്റ് ചാപ്റ്റർ ഓർമ്മയുണ്ടാവും അല്ലെ? പേര് ഓർത്ത് വയ്ക്കണം കേട്ടോ. നമുക്ക് വൈവൊക്കെ ആവശ്യം വരും ചാപ്റ്റർ ഏതൊക്കെയാണെന്നുള്ളത്. യെസ്, ഓക്കെ. സൈൻ ഔട്ട് ഉണ്ടോ? ജെറുഷ പറയാന്ന് പറയുന്നുണ്ട് കാണാതെ. എന്ന് പറഞ്ഞ ജെറുഷ ചാപ്റ്റേഴ്സ്. Okay, ma'am, പറയട്ടെ. First chapter, child development and growth. Second chapter, physical and motor development. Third chapter, socio-emotional development. Fourth chapter, cognitive development. Fifth chapter, language development. 6th chapter, psychology. 7th chapter, education psychology. 8th chapter, needs. 9th chapter, defense mechanism. And 10th chapter, individual difference. ഓക്കെ, വെരി ഗുഡ്. അപ്പൊ ഇതുപോലെ ചാപ്റ്റേഴ്സിന് പേരുകൾ എല്ലാവരും ഓർത്ത് വെക്കണം കേട്ടോ. ഏതൊക്കെ എവിടെ നിന്നാണെന്നുള്ളതിന് പിടുത്തവും ഉണ്ടാവില്ല നമുക്ക്. ഓക്കെ, സൈൻ ഔട്ട് ഉണ്ടെന്നാണോ പറഞ്ഞേ? അല്ലെങ്കിൽ കുഴപ്പമില്ല, വൈൻഡപ്പ് ചെയ്യാം കേട്ടോ. ഓക്കെ, താങ്ക് യു സോ മച്ച്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു മാം. താങ്ക് യു.